കർത്താവിന്റെ ധന്യനാമത്തിൽ നിങ്ങളെ എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ വന്ദനം ചൊല്ലുന്നു. ഏൻഷ്യന്റ് മിസ്റ്റിക്കൽ സ്കൂളിലേക്ക് വീണ്ടും പിതാവ് പുത്ര പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ കോൺഷ്യസ്നെസ്സിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടെ മുന്നേറാൻ, ആ വെളിപ്പാടുകളെ പ്രാപിപ്പാൻ ദൈവം അവസരം തരട്ടെ എന്ന് പ്രാർത്ഥിക്കും. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ചത് ക്രൈസ്റ്റ് കോൺഷ്യസ്നസ് എന്ന വിഷയമാണ്. ക്രൈസ്റ്റ് കോൺഷ്യസ്നസ് എന്ന വിഷയത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു പഠനത്തിലാണ് നമ്മൾ ആയിരുന്നത്. എനിക്ക് തോന്നുന്നു ഒരു മിസ്റ്റിക്കൽ വിശ്വാസി, ഒരു ദൈവവൈതൽ, ഈ ട്രൂത്തിനെ വിശ്വസിക്കുന്ന ആൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പഠനങ്ങളിൽ ഒന്നാണ് ക്രൈസ്റ്റ് കോൺഷ്യസ്നസ് എന്ന വിഷയം. ക്രൈസ്റ്റ് കോൺഷ്യസ്നസ് അത് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമാണ്. കാരണം പൂർവികന്മാർക്ക്, പഴയ പിതാക്കന്മാർക്ക് ലഭിക്കാത്ത, നമുക്ക് ലഭിച്ച ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു അനുഗ്രഹമാണ് ക്രിസ്തുവിനെ അറിയുക, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ കോൺഷ്യസ്നെസ്സിൽ ജീവിക്കുക എന്ന്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പഠിക്കുന്ന പാഠങ്ങൾ കുറച്ച് കഠിനമായിട്ട് തോന്നുന്നെങ്കിലും ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഏറ്റവും അടിത്തറ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയുള്ളതാണ് കൈമാറുന്നത് എന്ന കാര്യം മറക്കരുത്. നമ്മൾ രണ്ട് പ്രധാന കാര്യങ്ങളെയാണ് മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ആ ഏൻഷ്യന്റ് പാത്തിലാണ് നമ്മൾ, പഴയ പൂർവികമായ പാത്ത്. ഇന്നും നമ്മൾ അവിടെ തന്നെ നിൽക്കുകയാണ്. കാരണം ക്രൈസ്റ്റ് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു പ്രധാന കാര്യമാണ്. കാരണം മെഡിറ്റേഷനിൽ നമുക്കറിയാം, മിസ്റ്റിക്കൽ ക്രിസ്ത്യാനിറ്റി പഠിപ്പിക്കുന്നത്, ഫണ്ടമെന്റൽ ക്രിസ്ത്യാനിറ്റി വചനത്തെ എടുത്തിട്ട് അങ്ങനെ തന്നെ ലിറ്ററലായിട്ട് എടുത്തിട്ട് അത് വ്യാഖ്യാനിച്ച് അതിൽ ജീവിക്കാൻ ശ്രമിക്കുന്നു. ഒരു മിസ്റ്റിക്കൽ ക്രിസ്ത്യാനിറ്റി, അതായത് ആദിമ സഭയിലെ അപ്പോസ്തോലിക സഭ അല്ലെങ്കിൽ അപ്പോസ്തോലന്മാരിലൂടെ വന്ന ആ ആദ്യകാല സഭയിലെ വിശ്വാസികൾ തിരുവെഴുത്തുകളെ ധ്യാനിക്കുകയാണ്. പഴയ നിയമത്തിലൊക്കെ ദൈവം ധ്യാനിക്കുവാനായി പറയുന്നു. ദാവീദ് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളവൻ, അവൻ ദൈവവചനം ധ്യാനിക്കുകയാണ്. ദൈവത്തിന്റെ വചനത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നാട് പിടിക്കുവാനായി, അവകാശത്തെ കൈവശപ്പെടുത്തുവാനായി, പ്രോമിസ് കൈവശപ്പെടുത്തുവാൻ പുറപ്പെടുന്ന ജോഷുവായോട് ദൈവം പറഞ്ഞ വാചകം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുക. എൻ്റെ ന്യായപ്രമാണം നിന്റെ നാവിൽ നിന്ന് നീങ്ങിപ്പോകരുത്. മെഡിറ്റേറ്റിംഗ് ഗോഡ്സ് വേർഡ്. സോ ദ മെഡിറ്റേഷൻ, നമുക്കറിയാം, മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും പുറത്തുള്ള ഒരു കാര്യത്തെ നമ്മൾ അന്വേഷിക്കുന്നതല്ല, മറിച്ച് നമ്മുടെ അകത്തിരിക്കുന്ന സർവശക്തനായ ദൈവം, പിതാവ് പുത്രൻ പരിശുദ്ധ റൂഹ, അത്യുന്നതനായ ദൈവം, പ്രപഞ്ചത്തിന്റെ സൃഷ്ടിതാവ്, നമ്മുടെ എല്ലാറ്റിൻ്റെയും ഉറവിടമായ നമ്മുടെ പിതാവ് നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് വസിക്കുകയാണ്. ആ ഹൃദയത്തിന്റെ അകത്ത് വസിക്കുന്ന ആളിനെയാണ് നമ്മൾ കണ്ടെത്തുകയാണ്. ആ ആളിലേക്ക് നമ്മുടെ അറ്റൻഷൻ, നമ്മുടെ ശ്രദ്ധ തിരിക്കുകയാണ്. അവിടെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ മെഡിറ്റേഷനിലേക്ക് നമ്മൾ പോകുന്നത്. ഞാൻ ഇന്ന് എങ്ങനെയാണ് നമുക്ക് ക്രൈസ്റ്റ് കോൺഷ്യസ്നെസ്സിൽ ജീവിക്കാനായിട്ട് പറ്റുന്നത്, ക്രൈസ്റ്റ് കോൺഷ്യസ്നെസ്സിൽ എങ്ങനെ ജീവിക്കാൻ പറ്റും
എന്താണ് ക്രൈസ്റ്റ് കോൺഷ്യസ്നസ്? അതുപോലെ തന്നെ ക്രൈസ്റ്റ് കോൺഷ്യസ്നസിന്റെ പവർ എന്താണ് എന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോസ്തലനായ പൗലോസിലൂടെ വെളിപ്പെട്ട സുവിശേഷത്തിന്റെ മർമ്മം, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നതാണ്. ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇതൊരു റിയാലിറ്റി ആയിട്ട് മാറാൻ പോകും. ഒരുപക്ഷെ നിങ്ങൾ കേൾക്കുമ്പോൾ നമുക്കറിയാം, എല്ലാവർക്കും അറിയാം ക്രിസ്തു നമ്മളിൽ ഇരിക്കുന്നു. നമുക്കതെല്ലാവരും പറയുന്നുണ്ട്, വചനത്തിൽ അങ്ങനെയുണ്ട്, നമ്മളത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. പക്ഷേ ഈ ക്ലൂസ് സ്കൂളിൽ ഇരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയാം, ഈ വചനം നിങ്ങളിൽ റിയലായിട്ട് മാറാൻ പോകും. റിയലായിട്ട് മാറാൻ പോകും. ക്രിസ്തു മഹത്വത്തിന്റെ പ്രത്യാശയായി നമ്മിൽ ഇരിക്കുന്നു എന്നത് വെറും ഒരു വചനത്തിന്റെ ഓർമ്മപ്പെടുത്തലല്ല, അക്ഷരം പ്രതി നിങ്ങളിൽ നിവർത്തിയാകുവാനായിട്ട് പോവുകയാണ്. ഞാനതൊരു ആത്മനിയോഗത്തിൽ സംസാരിക്കുക. ഇന്നത്തെ ദിവസം ഞാൻ രാവിലെ പ്രഭാതം മുതൽ ഇതുവരെയുള്ള സമയങ്ങള് ഞാൻ പരിശുദ്ധാത്മാവിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഞാൻ ഈ ഇരിക്കുന്ന മുറിയിൽ ആരുമില്ല, ഈ വീട്ടിൽ ആരുമില്ല. ലാസ്റ്റ് എനിക്കൊന്നൊരു 10-12 മണിക്കൂറിലധികമായി റിയലി ഐ വാസ് ടോക്കിംഗ് വിത്ത് ഗോഡ്. എൻ്റെ ഉള്ളിൽ ദൈവം നൽകിയ കുറച്ച് ചിന്തകൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് തരാൻ പോവുക. കർത്താവിനോട് പറഞ്ഞത്, മക്കളെ, നീ പറയുന്നതെല്ലാം അങ്ങനെ നിവർത്തിയാകുന്നത് കാണാൻ പോവുകയാണ്. നമ്മളെ നാവ് കൊണ്ട് പറഞ്ഞത് കണ്ണുകൊണ്ട് കാണുന്ന ദിവസങ്ങൾ വരികയാണ്. പിശാചിനോ നരകത്തിനോ ഇരുളിനോ ദുഷ്ടതയ്ക്കോ തിന്മകൾക്കോ ഒന്നിനും നിങ്ങളെ അമർത്താൻ പറ്റില്ല, തളർത്താൻ പറ്റില്ല, തകർക്കാൻ പറ്റില്ല. നമ്മിൽ ഇരിക്കുന്നവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണെന്ന് ദൈവം ലോകത്തിൽ തെളിയിക്കുന്ന ദിവസങ്ങൾ വരികയാണ്. ഞാൻ ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിപ്പിച്ചിട്ടുണ്ട്, ഈ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെ കാരണം, ഇത് ഈ സ്കൂളിലുള്ള എല്ലാവരും മനസ്സിലാക്കണം, എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം മനുഷ്യന്റെ അകത്തെ ഈഗോയാണ്. ഈഗോ കാരണമാണ് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം, കുടുംബങ്ങളിൽ യുദ്ധം, സൊസൈറ്റിയിൽ യുദ്ധം, വ്യക്തികളിൽ യുദ്ധം, സഭകളിൽ പ്രശ്നം. ജീവിതത്തിൽ എവിടെയെല്ലാം നമ്മൾ ദൈവത്തിന്റെ സൃഷ്ടിക്കും ദൈവ പദ്ധതിക്കും വിരുദ്ധമായത് കാണുന്നോ അവിടെയെല്ലാം പ്രബലമായി നിൽക്കുന്നത് ഈഗോയാണ്. ഈഗോ എന്നാണോ അവസാനിക്കുന്നത്, ഈഗോയുടെ വേരെന്നാണോ നമ്മിൽ നിന്ന് അറ്റുപോകുന്നത്, അന്ന് നമ്മൾ ഒരു എവേക്കണിങ്ങിലാകും. നമ്മൾ അന്നൊരു ഉയർത്തെഴുന്നേൽപ്പിലേക്കും ഒരു പുതിയ പുലരിയിലേക്ക് നമ്മൾ ഉണരുന്നത് പോലെ ആത്മീയതയുടെ അടുത്ത പടവുകളിലേക്ക് ചവിട്ടിക്കയറാൻ ഈ സന്ദേശം ഉതകും. പ്രിയരെ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നിങ്ങളെ പഠിപ്പിച്ചു വന്ന് നിങ്ങൾ ഓർക്കണം. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്. യാക്കോബിന്റെ കാലത്ത് വന്നപ്പോൾ നമ്മൾ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് വന്നു. അതിപരിശുദ്ധ സ്ഥലത്ത് ജീവൻ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അവിടെ മുഴുവൻ ജീവനാണ്. അവിടെ മരണത്തിന് പ്രവേശിക്കാൻ പറ്റില്ല, സമയത്തിന് പ്രവേശിക്കാൻ പറ്റില്ല, ദ്രവത്വത്തിന് പ്രവേശിക്കാൻ പറ്റില്ല, ഇരുളിന് പ്രവേശിക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്ത് കാണുന്ന ഒരു തിന്മയ്ക്കും സ്പർശിക്കാൻ പറ്റാത്ത ഇടമാണ് അതിപരിശുദ്ധ സ്ഥലം. ആ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ദൈവം ഇൻവിറ്റേഷൻ തന്ന് വിളിച്ചു കൊണ്ടുപോയി ഇരുത്തിയിരിക്കുന്ന ജനതയോടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇരിക്കുന്ന ഇടമെന്തെന്നറിയാതെ നമ്മൾ ഇനി മുമ്പോട്ട് പോകരുത്. ഞാൻ പറഞ്ഞാൽ ഇതൊരു അതിശ്രേഷ്ഠമേറിയ സ്ഥലമാണ്. ഞാൻ ഇന്ന് കുറച്ച് സയൻസ് നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് എനിക്കറിയാം, എങ്കിലും കുറച്ച് സയൻസും കൂടെ ചേർത്തൊന്ന് പറയാൻ ആഗ്രഹിക്കും. സയൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വിശുദ്ധ ബൈബിളിൽ ഒരു വാക്യമുണ്ട്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകും. ആശിക്കുന്നതിന്റെ ഉറപ്പ്, ആശിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിലുള്ളതാണ്. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിൽ നമ്മൾ ആഗ്രഹിക്കുന്നതിന്റെ ഉറപ്പാണ് വിശ്വാസം. അപ്പൊ അത് നമ്മുടെ കയ്യിൽ വരുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ അതൊരു ഇമേജ് മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഇമേജ് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ എപ്പോഴും ശ്രദ്ധിച്ചോണം, നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ വെളിപ്പെടുന്ന സകല സൃഷ്ടിപരമായ ദൈവപ്രവർത്തികളും ആദ്യം ആരംഭിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്.
ലാസറിനെ ഉയർപ്പിക്കാൻ പുറപ്പെടുന്നവന്റെ ഉള്ളിൽ ആദ്യം കണ്ട ചിത്രം ലാസർ ഉറങ്ങുന്നു എന്ന ചിത്രമാണ്. സ്തോത്രം. ലാസർ ഒരു കട്ടിലിൽ കിടന്ന് ഉറങ്ങുന്നു എന്ന ചിത്രം മനസ്സിൽ വെച്ചോണ്ടാണ് യേശു 4 ദിവസം നാറ്റം വെച്ചവന്റെ കല്ലറ വാതിക്കൽ പോയത്. അകത്തെ ചിത്രം കൃത്യമാണെങ്കിൽ പുറത്തെ ചിത്രം അതിനെ ബാധിക്കത്തില്ല. സ്തോത്രം. അകത്തെ ചിത്രത്തിന് വ്യക്തതയുണ്ടെങ്കിൽ പുറത്തെ പ്രതിസന്ധിക്ക് അതിനെ തടയുവാൻ കഴിയത്തില്ല. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, അകത്ത് ഒരു ചിത്രം, ഒരു ഇമേജ്, അങ്ങനാണെങ്കിൽ പുറത്ത് ലാസർ 4 ദിവസം നാറ്റം വെച്ചവൻ കല്ലറ വിട്ട് പുറത്തു വന്നത് ഒരിക്കലും അവിടുത്തെ പ്രഖ്യാപനം കൊണ്ട് മാത്രമല്ല, മറിച്ച് മരിച്ചപ്പോൾ യേശു അവന്റെ ഹൃദയത്തിനകത്ത് കൊണ്ടുവന്ന ചിത്രമാണ്. ഇമാജിനേഷൻ, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം, ആശിക്കുന്നതിന്റെ ഉറപ്പ് ഹൃദയത്തിനകത്ത് വെച്ചു. ആ ചിത്രത്തിലാണ് മുമ്പോട്ട് പോയത്. മാർത്തയുടെ വാക്കുകൾക്കും മറിയയുടെ കണ്ണുനീരിനും ജനത്തിന്റെ ചിന്തകൾക്കും എതിരഭിപ്രായങ്ങൾക്കും ഒന്നും അന്തരാത്മാവിൽ ഉരുവായ ചിത്രത്തെ മായ്ക്കാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് നേരെ വരുന്ന 100,000 ശരങ്ങൾ പോലെയുള്ള വാക്കുകൾക്ക് നിങ്ങളുടെ അന്തരാത്മാവിൽ ദൈവം കുറിച്ചു വെച്ച ചിത്രത്തെ മായ്ക്കാൻ പറ്റില്ല. അത് ഉറപ്പോടെ പുറത്തു വരാൻ പോവുകയാണ്. രണ്ടാമത്, കാണാത്ത കാര്യത്തിന്റെ നിശ്ചയമാണ്. ഈ കാണാത്ത കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് നമ്മൾ ഇന്നൊന്ന് ചിന്തിക്കാം. അതുകൊണ്ട് ഞാൻ ഇച്ചിരി സയൻസ് പറയാൻ ആഗ്രഹിക്കും. 2 കോൺഷ്യസ്നെസ് ഉണ്ട്. ഒന്ന് ലോവർ ലെവൽ കോൺഷ്യസ്നെസ്, 2 ഹയർ ലെവൽ കോൺഷ്യസ്നെസ്. ഇത് രണ്ടും നിങ്ങൾ നോട്ട് ചെയ്യണം. നിങ്ങൾക്ക് നോട്ട്ബുക്സോ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഇത് ചിന്തയ്ക്ക് വേണ്ടിയും പഠനത്തിന് വേണ്ടിയും നിങ്ങൾ നോട്ട് ചെയ്യുക. ലോവർ ലെവൽ കോൺഷ്യസ്നെസ് ആൻഡ് ഹയർ ലെവൽ കോൺഷ്യസ്നെസ്. വിശുദ്ധ ബൈബിളില് ചരിത്രം രചിച്ചവരെല്ലാം, ചരിത്രത്തെ സൃഷ്ടിച്ചവരെല്ലാം സാമാന്യമല്ലാത്ത അസാധാരണമായ എന്തെങ്കിലും ഒരു പ്രവൃത്തി, ഏതെങ്കിലും ഒരു വ്യക്തി വിശുദ്ധ ബൈബിളിൽ ദൈവവചനത്തിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന നിലയിൽ വന്നിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും ലോവർ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്സിൽ നിന്ന് ഹയർ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്സിലേക്ക് വളർന്നവരാണ്. സ്തോത്രം. ഏദനിൽ ആദമിനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ ദൈവം അവന് കൊടുത്ത കോൺഷ്യസ്നെസ് ഇസ് എ ഡിവൈൻ കോൺഷ്യസ്നെസ് ആണ്. അതായത് ദൈവത്തിന്റെ ഛായ. നിങ്ങൾ ശ്രദ്ധിക്കണം, കിട്ടിയ വാചകങ്ങൾ വെറുതെ അല്ല. ദൈവത്തിന്റെ ഛായ, ദൈവത്തിന്റെ സ്വരൂപം. സ്തോത്രം. തീർന്നിട്ടില്ല. അവനെ നോക്കിയിട്ട് പറയുകയാണ്, ആകാശത്തിലെ പറവകളെ നോക്കിക്കൊണ്ട് അതിന്റെ വിശാലത, ആകാശത്ത് പറന്നു നടക്കുന്ന പറവകളെ, സമുദ്രത്തിന്റെ ആഴത്തിൽ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങളെ, ഭൂമിയിൽ ചരിക്കുന്ന സകല ജന്തുക്കളെ അടക്കി വാഴുവാൻ ദൈവം കൊടുത്ത ചിന്ത നോക്കിക്കേ. ഉയരത്തിൽ പറക്കുന്ന പറവയെയും ആഴത്തിൽ സഞ്ചരിക്കുന്ന മത്സ്യത്തെയും കിലോമീറ്ററുകൾ വേഗത്തിൽ പാഞ്ഞു നടക്കുന്ന മൃഗങ്ങളെയും വാഴണം. ഭൂമിയെ അടക്കി വാഴണം. ഓ പ്രിയപ്പെട്ടവരെ, ഞാൻ മുമ്പൊരിക്കൽ ഒരു സൂചന തന്നിട്ടുണ്ടെന്ന് ശ്രദ്ധിക്കണം. അത് എന്റെ ഹൃദയത്തിൽ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതിനെ എനിക്ക് വാഴുവാൻ കഴിയില്ല. നിങ്ങളുടെ ഭരണത്തിന്റെ ടെറിട്ടറി, നിങ്ങളുടെ ഡോമിനേഷന്റെ ടെറിട്ടറി നിങ്ങളുടെ ഹൃദയത്തിന്റെ വിശാലതയാണ്. ഒന്നുകൂടെ പറയാം. നിങ്ങളുടെ ഹാർട്ടിൽ എന്തെല്ലാമാണോ നിങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, നിങ്ങളുടെ ഹൃദയത്തിൽ എന്തൊക്കെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ അതിനെ മാത്രമേ നിങ്ങൾക്ക് വാഴാൻ പറ്റൂ. ഒന്നുകൂടെ പറഞ്ഞാൽ, നിങ്ങളുടെ ഹൃദയം സമ്മതിക്കാത്തതിനെ നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പോലും പറ്റില്ല. അപ്പൊ നോക്കിക്കേ, ആദാമിന് ദൈവം കൊടുത്ത ഹൃദയത്തിൽ ആകാശം, ഭൂമി, സമുദ്രം, ആഴം, ഈ ഭൂഗോളം മൊത്തം
ഒരു മനുഷ്യ ഹൃദയത്തിനകത്തോട്ട് ദൈവം കൊണ്ടുവച്ചിരുന്നു. അപ്പോസ്തലന്റെ വാചകം ഓർമ്മയുണ്ടോ? എന്റെ ഹൃദയത്തിൽ ഞാൻ വഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പൗലോസ് പറയുക. എന്ന് പറഞ്ഞാൽ സഭയുടെ ഡോമിനേഷൻ, സഭയുടെ മീതെയുള്ള ദൈവാധികാരം വെളിപ്പെടുത്തുന്ന പൗലോസ് പറയുന്നു, സഭ എന്റെ ഹൃദയത്തിലിരിക്കുന്നു. എല്ലാവരും നോട്ട് ചെയ്യണം, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതിനെ മാത്രമേ നിങ്ങൾ വാഴുകയുള്ളൂ. സ്വോത്രം 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 സ്വോത്രം. നിങ്ങളുടെ ഹൃദയം പരിമിതമാണോ? നിങ്ങളുടെ വാഴ്ച പരിമിതമാണ്. നിങ്ങളുടെ ഹൃദയം വിശാലമാണോ? നിങ്ങളുടെ മിനിസ്ട്രി വിശാലമാണ്. മിനിസ്ട്രി വരുന്നത് പാസ്പോർട്ടും വിസയും ടിക്കറ്റും എടുക്കുമ്പോഴല്ല. ശുശ്രൂഷ ആരംഭിക്കേണ്ടത് ഹൃദയത്തിലാണ്. ഭൂഗോളം അകത്ത് കൊണ്ടുവരുന്നവൻ ഹൃദയത്തിന്റെ വിശാലതയാണ് പുറത്ത് വെളിപ്പെടാൻ പോകുന്നത്. ഇത് പ്രവചനം പോലെ കുറിച്ചു വെച്ചോ. ഇന്ന് സന്ധ്യയിൽ ഹൃദയത്തെ വിശാലപ്പെടുത്തുന്നവരുടെ മുമ്പിൽ സാഹചര്യങ്ങൾ വിശാലപ്പെടാൻ പോവുക. ഇതൊരു പ്രവചന ശബ്ദം പോലെ കുറിച്ചു വെച്ചു. പരിമിതമായ സാഹചര്യങ്ങൾ മാറാൻ പോവുകയാണ്. ഇടുങ്ങിയ മണ്ഡലങ്ങൾ മാറാൻ പോവുകയാണ്. മനുഷ്യർ എഴുതി എഴുതി ഇങ്ങനെ ഇതിനപ്പുറത്തോട്ട് പോകത്തില്ലെന്ന് പറയുന്ന കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് അതിർവരമ്പുകളെ മാറ്റുന്ന ദിവസങ്ങൾ വരികയാണ്. കൂടാരത്തിന്റെ കുറ്റിയെ ദൈവം മാറ്റി മാറ്റി അടിച്ച് വിശാലതകൾ വരുത്തുന്ന ദിവസങ്ങൾ വരാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവ് അത് ചെയ്യുവാൻ പോകുകയാണ്. ചില കുടുംബങ്ങളിൽ, ചില ശുശ്രൂഷകളിൽ, ചില വ്യക്തികളിൽ, ജോലി മേഖലകളിൽ അതിര് പൊളിക്കുന്നത് ദൈവം കാണിക്കുന്നു. അതിരുകളെ പൊളിക്കുകയാണ്. പ്രാപിച്ചോ? ഇപ്പോൾ തന്നെ ചില കുടുംബങ്ങളുടെ സാഹചര്യങ്ങൾ മാറാൻ പോവുക, വിശാലതകൾ വരാൻ പോവുക. നിങ്ങൾക്ക് മനസ്സുകൊണ്ട് പോലും ഉൾക്കൊള്ളാൻ പറ്റാത്തതിനെ നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് ദൈവം നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുക. ദൈവത്തിന്റെ ആത്മാവിനോട് ഇന്ന് പ്രഭാതത്തിൽ പറഞ്ഞത്, ദൈവം തന്റെ സമ്പത്ത് ഇൻവെസ്റ്റ് ചെയ്തവരാണ് ഈ സ്കൂളിൽ ഇരിക്കുന്നവർ. ഇത് കേട്ട് സ്തോത്രം ചെയ്യണം. ദൈവം തന്റെ നിക്ഷേപത്തെ ഇൻവെസ്റ്റ് ചെയ്തവരാണ് ഈ ക്ലാസ്സിൽ വരാൻ പോകുന്നത് കർത്താവിനോട് പറഞ്ഞു. ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞത്, ദൈവത്തിന്റെ നിക്ഷേപം, ദൈവം നിക്ഷേപിച്ച കൂട്ടം, ദൈവം ഇൻവെസ്റ്റ് ചെയ്ത കൂട്ടം, അവരാണ് ഇതിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അവർ പരിമിതിയിലാണ്. സമ്പത്ത് കൊണ്ടും സാഹചര്യം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും അറിവ് കൊണ്ടും പരിമിതിയിൽ നിൽക്കുന്ന കുറച്ച് പേര് ഇതിനകത്തുണ്ട്. അവരോട് ദൈവാത്മാവിന് പറയാനുള്ള സന്ദേശം, നിന്റെ പരിമിതികൾ അവിടെ കിടക്കട്ടെ, സാഹചര്യങ്ങൾ അവിടെ കിടക്കട്ടെ, വിദ്യാഭ്യാസത്തിന്റെ ബലഹീനതകൾ, പോരായ്മകൾ അവിടെ കിടക്കട്ടെ. ദൈവം വസിക്കുന്ന നിന്റെ ഹൃദയത്തെ നീ വിശാലപ്പെടുത്തിയാൽ നിന്റെ ടെറിട്ടറികൾ മാറാൻ പോകുകയാണ്. അകത്തിതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നവരിലൂടെ മാത്രമേ പുറത്ത് വാഴ്ചകൾ നടക്കാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. അകത്ത് അപ്പൊ രണ്ട് കോൺഷ്യസ്നെസ് ആണ്. ആദാമിന് ദൈവം കൊടുത്ത കോൺഷ്യസ്നെസ് ഞാൻ പറഞ്ഞു. ആദാമിന്റെ കോൺഷ്യസ്നെസ് ഹയർ കൈൻഡ് ഓഫ് കോൺഷ്യസ്നെസ് ആണ്. ഈ ഹയർ കൈൻഡ് ഓഫ് കോൺഷ്യസ്നെസ്സിനകത്ത് മരണമില്ല. ഹയർ കൈൻഡ് ഓഫ് കോൺഷ്യസ്നെസ്സിനകത്ത് നിർജീവത്വമില്ല, രോഗമില്ല. ശ്രദ്ധിക്കുക, രോഗമില്ല. ഇതിനകത്ത് ആരെങ്കിലും രോഗികളായിരിക്കുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ ലോവർ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് വിട്ട് ഹയറിലോട്ട് കയറിക്കോണം. രോഗമില്ല. രോഗത്തിന് ഹയർ കോൺഷ്യസ്നെസ്സിൽ തുടരാൻ പറ്റില്ല. നിന്റെ ശരീരം അങ്ങനെ എന്തെങ്കിലും ഒരു രോഗത്തോട് ഇപ്പോൾ ഒരു പരുവത്തിന് ഒരു കോംപ്രമൈസിലാണെങ്കിൽ, ടുനൈറ്റ് ഇസ് ദ ലാസ്റ്റ് ഡേ. ഇന്നാണ് അതിന്റെ അവസാനത്തെ ദിവസം. ദ ലാസ്റ്റ് ഡേ, അവസാനത്തെ ദിവസം, ലാസ്റ്റ് ഡേ. ഹയർ കോൺഷ്യസ്നെസ്സിലേക്ക് ഒരു ഉറക്കം ഉണരാൻ പോവുക. ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞത്, ഇത് പഠിക്കാനല്ല പോകുന്നത്. യു കനോട്ട്, നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റില്ല, കോൺഷ്യസ്നെസ് പഠിക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് ഇതിലേക്ക് ഉണരാൻ പറ്റും. ഒരു എവേക്കണിങ് ഉണ്ടാകാൻ പോവുക. നമ്മളൊരു കണ്ണടച്ച് തുറന്നു കഴിയുമ്പോൾ വേറൊരു സ്ഥലത്ത് ഉണരുന്നത് പോലെ ദൈവം നിങ്ങളെ ഈ കോൺഷ്യസ്നെസ്സിലേക്ക് ഉണർത്താൻ പോവുകയാണ്. ഒരു എവേക്കണിങ് ഉണ്ടാകാൻ പോവുക. Expect tonight. So sickness cannot touch the higher consciousness. Sin will never dominate higher consciousness. Death cannot touch higher consciousness.
ആമേൻ. അടുത്ത് വേണം കേട്ടോ, പ്രകൃതിയിലെ ഒരു നിയമങ്ങളും പ്രകൃതിയിലെ ഒരു നിയമങ്ങളും ഹയർ കോൺഷ്യസ്നെസ്സിൽ തൊടത്തില്ല. പ്രകൃതിയിലെ ഒരു നിയമങ്ങളും ഹയർ കോൺഷ്യസ്നെസ്സിൽ സ്പർശിക്കത്തില്ല. ആമേൻ. സോ ഏദൻ ദൈവത്തിന്റെ ഹയർ കോൺഷ്യസ്നെസ്സിന്റെ സ്ഥലമാണ്, ഉയർന്ന സ്ഥലമാണ്, മഹത്വത്തിന്റെ ഇടമാണ്, വാഴ്ചയുടെ ഇടമാണ്, ദൈവവും ദൂതന്മാരും വന്നിറങ്ങുന്ന ഇടമാണ്, ദൈവ സംസർഗത്തിന്റെ ഇടമാണ്. അവിടെ താമസിക്കുന്ന മനുഷ്യർക്ക് ദൈവത്തെ സംബന്ധിച്ച ഉയർന്ന ചിന്തയാണ്. അവരുടെ അന്തരാത്മാവിൽ ദൈവത്തിന്റെ വാസമുണ്ട്. God is dwelling inside of them. സോ ഈ ഒരു ഹയർ കോൺഷ്യസ്നെസ്സിലാണ് അവർ ജീവിക്കുന്നത്. ഈ ലോവർ കോൺഷ്യസ്നെസ്സിലേക്ക് എപ്പോഴാണ് വന്നത് നമ്മൾ പഠിച്ചു. അത് മറ്റൊന്നുമല്ല, ലോവർ കോൺഷ്യസ്നെസ്സിലേക്ക് വന്നത് നന്മ തിന്മയുടെ അറിവിന്റെ വൃക്ഷഫലം തിന്നു. വളരെ മോശം, വളരെ വളരെ ഇൻഫീരിയർ ആയിട്ടുള്ള ഒരു കോൺഷ്യസ്നെസ്. ദൈവജായിലും ദൈവസ്വരൂപത്തിനും സൃഷ്ടിക്കപ്പെട്ടവൻ ആ ബോധ്യത്തിൽ നിന്ന് ഇത് പ്രാപിക്കാമെന്ന ബോധ്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്ന് പറഞ്ഞാൽ താഴ്ചയിലേക്ക് പോവുകയാണ്. അവിടെയാണ് വീഴ്ച. എന്താ മനുഷ്യന്റെ വീഴ്ച? എവിടുന്നാ വീണത്? നമ്മളെല്ലാവരും വരെ പാപത്തിൽ വീണു. പക്ഷെ എവിടെ ഇരുന്നു? ശ്രദ്ധിക്കുക, ആദം എവിടെ നിന്ന് എവിടെയൊക്കെ വീണു? ആദം ഹയർ കോൺഷ്യസ്നെസ്സിൽ നിന്ന് ലോവർ കോൺഷ്യസ്നെസ്സിലേക്ക് വീണു. സ്വർഗീയ നിയമത്തിൽ നിന്ന് പ്രകൃതി നിയമത്തിലേക്ക് വീണു. അമർത്യതയിൽ നിന്ന് മർത്യതയിലേക്ക് വീണു. ഉയർച്ചയിൽ നിന്ന് താഴ്ചയിലേക്ക് വീണു. വിശുദ്ധിയിൽ നിന്ന് പാപത്തിലേക്ക് വീണു. ആരോഗ്യത്തിൽ നിന്ന് അനാരോഗ്യത്തിലേക്ക് വീണു. സ്വർഗീയമായ മഹിമയിൽ നിന്ന് ഭൗതികമായ മണ്ണിലേക്ക് വീണു. സ്വത്രം. ക്രിസ്തു യേശു മുഖാന്തരം, ശ്രദ്ധിക്കൂ, വീണ്ടെടുപ്പ് സാധ്യമായി എന്ന് വിശ്വസിക്കുന്നവരെല്ലാം കേട്ടോ. യേശുവിന്റെ ക്രൂശ് മരണത്താൽ വീണ്ടെടുപ്പ് സാധ്യമായി എങ്കിൽ ആദാമിന് വന്ന മുഴുവൻ വീഴ്ചയും പുത്രനിലൂടെ വീണ്ടെടുക്കപ്പെട്ടു. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തിന് നന്ദി പറയണം. കർത്താവിന്റെ വീണ്ടെടുപ്പ് ഭാഗികമല്ല. ആദാം എവിടെ നിന്നാണോ താഴെ വീണത് അവിടേക്കുള്ള സകല കാര്യപരിപാടികളും പൂർത്തിയായി. വീണ്ടെടുപ്പ് പൂർത്തിയായി, സാധ്യമായി. ആദാമിന് നഷ്ടമായതെല്ലാം യേശുവിലൂടെ പുനർസ്ഥാപിക്കപ്പെട്ടു. നിന്റെ കണ്ണുകൊണ്ട് കാണുന്നില്ല, ചെവി കൊണ്ട് കേൾക്കുന്നില്ല, സാഹചര്യത്തിൽ തോന്നുന്നില്ല. പക്ഷെ അത് കുറിച്ചു വെച്ചോ. തിരുവെഴുത്തിന്റെ ഒറിജിനൽ സത്യം പറയുന്നു, സകലതും പുനർസ്ഥാപിക്കപ്പെട്ടു, വീണ്ടെടുക്കപ്പെട്ടു, പഴയതിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. അതിനെ കണ്ണു തുറന്ന് കാണാൻ ഈ സന്ധിയിൽ ദൈവം നിങ്ങളെ വിളിക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത്, ബിഹോൾഡ്, കാണുക, വാട്ട് ഈസ് ഹാപ്പനിങ്, എന്താ സംഭവിച്ചെന്ന് കാണുവാൻ വേണ്ടി വിളിച്ചിരിക്കുകയാണ്. So the higher kind of consciousness and lower kind of consciousness. Higher consciousness is Christ consciousness. Lower consciousness is egoistic consciousness. Amen. Higher consciousness നകത്ത് ക്രിസ്തുവിന്റെ കോൺഷ്യസ്നസ് ആണെങ്കിൽ ലോവർ കോൺഷ്യസ്നസ് എന്താണ്? ഈഗോസ്റ്റിക് കോൺഷ്യസ്നസ്. നമ്മുടെ ക്ലാസ്സിലുള്ള ഒരു കർത്താവിന്റെ ദാസൻ കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ് അയച്ചു. ഈ മരം എന്ന് പറയുന്നത് ഈഗോ ആണെങ്കിൽ ആ പാമ്പെന്ന് പറഞ്ഞാൽ എന്താണ്? പാമ്പ് മറ്റൊന്നുമല്ല, പാമ്പ് ഡിസയർ ആണ്. നമ്മുടെ അകത്ത് നിന്ന് ഉരുവായി വരുന്ന ആഗ്രഹമാണ് പാമ്പ് എപ്പോഴും ഒരു ആഗ്രഹം. മനുഷ്യജാതി വഞ്ചിക്കപ്പെട്ടിരിക്കുന്നത് എവിടെയാണ്? ഈ ഡിസയറിലാണ്, മോഹം. അതുകൊണ്ടല്ലേ പറഞ്ഞേ കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഇതല്ലേ ഹവ്വായിൽ വന്നത്? മോഹം, ഡിസയർ. അവിടെ വന്ന പാമ്പ് ഏതോ പത്തിക്കാരൻ പാമ്പല്ല, സർപ്പക്കാവി എന്ന് വന്ന പാമ്പല്ല. അത് ഒരു ഡിസയർ ആണ്, ദൈവത്തിൽ നിന്ന് അപ്പുറത്തുള്ള ഒരു ഡിസയർ. ആ ഒറിജിനൽ അറിവിനെ പ്രാപിക്കാതെ പുറത്തു നിന്നുള്ള ഒരു പ്രലോഭനത്താൽ ഉണ്ടായി വന്ന ഡിസയർ, അതാണ് അവിടുത്തെ പാമ്പ്. അതാ മാനവരാശിയുടെ വഞ്ചന. അവിടെയാണ് ഭൂലോകത്തെ മുഴുവൻ വഞ്ചിച്ച പിശാച് മനുഷ്യന്റെ അതുകൊണ്ടല്ലേ വചനം പറയുന്നത്,
ലോകമോഹം, ലോകത്തെ സ്നേഹിക്കുന്നവരുടെ മേൽ പിതാവിന്റെ സ്നേഹമില്ല. ആരൊക്കെ ലോകത്തെ സ്നേഹിക്കുന്നു അവരാരും അഗാപ്പെ ലവിലല്ല. കുറിച്ചു വെച്ചോ, അവരാരും തന്നെ ദൈവസ്നേഹത്തിലല്ല. ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. ഓ, ഇതെന്തോ അത്ര വലിയ പാവമാണോ? ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. അപ്പൊ ദൈവത്തിന്റെ ശത്രു പിശാച്. ആ പിശാച് എന്ന് പറഞ്ഞാൽ ആരാണ്? ലോക സ്നേഹം. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ഏദൻ തോട്ടത്തിലെ അത് പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. മറ്റൊരു പ്രധാന വിഷയം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നന്മതിന്മയുടെ വൃക്ഷഫലം എവിടെ നട്ടുന്നില്ല, അത് ഏതോ ഒരു ലോവർ സ്ഥലത്ത് നട്ടതാണ്. പക്ഷെ ജീവന്റെ വൃക്ഷഫലം നട്ടത് സെന്റർ ഓഫ് ദ ഗാർഡൻ. ഓ, ഐ ലവ് ദാറ്റ് വേർഡ്. തോട്ടത്തിന്റെ നടുക്ക് എന്ന് പറഞ്ഞാൽ ഹയർ കോൺഷ്യസ്നെസ് ഏതോ ഒരു ലോവർ ലെവലിൽ ഇരിക്കേണ്ടതല്ല. ഹയർ കോൺഷ്യസ്നെസ് ഈ ദൈവ സാന്നിധ്യം ഇറങ്ങുന്ന ഗാർഡന്റെ ഒത്ത നടുക്കിരിക്കേണ്ടതാണ്. അതായത് ദാറ്റ് ഈസ് ദ സെൻട്രൽ പോയിന്റ് ഓഫ് എവറി ക്രിസ്ത്യൻ. The tree of life is the higher conscious life. That is a life consciousness. That is the life in the most holy place. Can you get me? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞു വരുന്നത്? ഒരു ജീവിതത്തിന്റെ സെന്റർ ഭാഗത്ത് ഏറ്റവും നടുവിൽ താമസിക്കേണ്ടത്, നടുവിൽ ഇരിക്കേണ്ടത് ഈ കോൺഷ്യസ്നെസ് ആണ്. ആമേൻ. ശരി, ഇനി ഞാൻ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയാൽ വേണ്ടി ഞാൻ ഇതിന്റെ ഒരു ഫണ്ടമെന്റൽ ഇതിലേക്ക് പോകാൻ ആഗ്രഹിക്കുക. ഫണ്ടമെന്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ഈ സൃഷ്ടികളെ നമുക്കറിയാം. ഈ കാണുന്ന സൃഷ്ടികളെല്ലാം എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പറഞ്ഞു, 3-ാം വാക്യത്തിൽ പറഞ്ഞു, ഈ ദൃശ്യമായ ലോകം അദൃശ്യമായതിൽ നിന്ന് ഉണ്ടായി വന്നു എന്ന് നാം അറിയുന്നു. ആർക്കും സംശയമില്ലല്ലോ. ദൃശ്യമായതെല്ലാം അദൃശ്യമായതിൽ നിന്ന് വന്നു. ഇല്ലായ്മയിൽ നിന്ന് വന്നു എന്നല്ല, കാണായ്മയിൽ നിന്ന് വന്നു. ദൃശ്യമായതിൽ നിന്ന് വന്നു എന്നാണ്, ഇല്ലായ്മയിൽ നിന്ന് വന്നതല്ല. ഓക്കെ, അപ്പം ദൃശ്യമായതിൽ നിന്ന് അദൃശ്യമായതിൽ നിന്ന് ദൃശ്യമായതെല്ലാം വന്നു. ഇനി സ്കൂളിൽ ഫിസിക്സ് പഠിക്കാത്തവരെ, ഫിസിക്സ് ക്ലാസ്സിൽ ബോറടിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇതിനെ കേട്ടോണം. ഇന്ന് ലോകത്തില് ഏറ്റവും വലിയ കണ്ടുപിടുത്തം, ഇന്നത്തെ മോഡേൺ വേൾഡിൽ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ക്വാണ്ടം ഫിസിക്സ്. ക്വാണ്ടം ഫിസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ കാണുന്ന സബ്സ്റ്റൻസ് എല്ലാം ഉണ്ടാക്കിയത് മോളിക്യൂൾസ്, അതായത് ആറ്റം. മോളിക്യൂൾസിൽ നിന്ന് ആറ്റം. ബോറടിക്കല്ലേ? മിസ്റ്റിക്കൽ സ്കൂളിനകത്ത് ഇത് എന്തിനാണെന്ന് ആരും ചോദിക്കരുത്. ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ ചിലതിലൂടെ പോകേണ്ടി വരും. അപ്പൊ ഈ ആറ്റമായിരുന്നു കണ്ടുപിടിച്ചതായ ഏറ്റവും മൈന്യൂട്ട് പാർട്ടിക്കിൾ. ആറ്റത്തിനകത്ത് 3 കാര്യമുണ്ടെന്ന് നമുക്കറിയാം. ഒരു ന്യൂക്ലിയസ് ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്. പ്രൈസ് ദ ലോർഡ്. ഇടയ്ക്കൊക്കെ സ്തോത്രം പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. അപ്പൊ ഇത് ഇങ്ങനെ പറയുമ്പോഴും സ്തോത്രം പറയാം. ഫിസിക്സ് ക്ലാസ്സിൽ സ്തോത്രം പറയാൻ പറ്റത്തില്ല. നിങ്ങൾക്കറിയാം, ഒരു ന്യൂക്ലിയസ് ശ്രദ്ധിക്കണേ. ന്യൂക്ലിയസിനകത്ത് ഇതൊരു വലിയൊരു പ്രധാനപ്പെട്ട, അതായത് ഈ ആറ്റത്തിന്റെ സെന്ററിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. അതിന്റെ ചുറ്റുമാണ് ഈ ഇലക്ട്രോണും പ്രോട്ടോണും ഇങ്ങനെ കറങ്ങുന്നത്. ഇങ്ങനെ 24 മണിക്കൂറും ഹയർ ഫ്രീക്വൻസിയിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അവർ പറയുന്നത് ഇതിന്റെ വലിപ്പം, അതായത് ഇതിന്റെ ഗ്യാപ്പ്, അതായത് ഈ ആറ്റത്തിന്റെ അകത്ത് ഗ്യാപ്പുണ്ട്. ഈ ഗ്യാപ്പിലൂടെയാണ് ഈ ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാം കൂടി ഇങ്ങനെ ഓടുന്നത്. നമ്മുടെ എംപയർ ബിൽഡിംഗ് ഉണ്ടല്ലോ, ലണ്ടനിലുള്ള എംപയർ വലിയൊരു ബിൽഡിംഗ്. ആ ബിൽഡിങ്ങിനെ ശാസ്ത്രലോകം പറഞ്ഞ ഇങ്ങനെയാണ്,
അതിലെ ആറ്റങ്ങളുടെ എല്ലാം സ്പേസ്, അതിനകത്തുള്ള ആറ്റങ്ങൾക്കെല്ലാം സ്പേസ് കളഞ്ഞ് അതിനെ കംപ്രസ് ചെയ്താൽ, അതായത് ഒരു ആറ്റത്തിനിടയിൽ ഗ്യാപ്പ് കളയില്ലാതെ കംപ്രസ് ചെയ്താൽ ബ്രിട്ടീഷ് എംപയർ ബിൽഡിങ് ഒരു അരിമണിയുടെ അത്രയും വലുപ്പമാകുമെന്ന്. പക്ഷെ ആ അരിമണിയുടെ വെയിറ്റ് ഇപ്പോഴുള്ള എംപയറിന്റെ അത്രയും വെയിറ്റും കാണും. ഇച്ചിരി പാടായത് തലയിലോട്ട് കയറാൻ. ആമേൻ. അപ്പം നിങ്ങളെ ഒക്കെ ഉണ്ടല്ലേ, എന്നെയും നിങ്ങളെയും നമ്മുടെ ആറ്റത്തിനകത്തുള്ള ഗ്യാപ്പ്, അതിനകത്തുള്ള ആ സ്പേസ് മാറ്റി കംപ്രസ് ചെയ്താൽ നിങ്ങളും ഞാനും ഒക്കെ കണ്ണുകൊണ്ട് പോലും കാണാത്ത ഒരു അമീബയുടെ അത്രേ കാണത്തുള്ളൂ. നിങ്ങളെ എന്നെയൊക്കെ ഇപ്പം ഇതിനകത്തിരിക്കുന്ന നമ്മുടെ ഈ ക്ലാസ്സിലെ ഏറ്റവും വണ്ണം കൂടിയ ആള് അല്ലെങ്കിൽ വണ്ണം കുറഞ്ഞ ആള് നമ്മുടെ രഞ്ജിത്ത് ബ്രദർ. രഞ്ജിത്ത് ബ്രദറിനകത്ത് കാണുന്നുണ്ടെന്ന് തോന്നുന്നു. രഞ്ജിത്ത് ബ്രദറിന്റെ അകത്ത് ആ ആറ്റത്തിന്റെ ഗ്യാപ്പൊക്കെ ഒന്ന് മാറ്റി കൊടുത്താൽ രഞ്ജിത്ത് ബ്രദർ കടുമണിയുടെ അത്രയും പോലും കാണില്ല. മൈക്രോസ്കോപ്പിലൂടെ നോക്കേണ്ടി വരും. അപ്പൊ ഈ ശാസ്ത്രലോകത്തിന്റെ കണ്ടുപിടുത്തോ ഞാൻ പറഞ്ഞു. ഇപ്പൊ എന്നെ ഒന്നും കാണാൻ പറ്റത്തില്ല, ഈ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാലേ കാണത്തുള്ളൂ. അപ്പൊ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഓരോ ആറ്റത്തിനകത്തും സ്പേസസ് ഉണ്ട്. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ശാസ്ത്രം പിന്നെയും പുരോഗമിച്ചിട്ട് പറഞ്ഞു ഈ ആറ്റത്തിനകത്ത് പ്രോട്ടോണിനെ വീണ്ടും ഇലക്ട്രോണിനെ ഒക്കെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാം. സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടുമെന്ന് കഴിഞ്ഞാൽ അവർ പറഞ്ഞു ക്വാക്സ് കിട്ടും. ക്വാക്സിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത സ്ട്രിങ് കിട്ടും. എല്ലാവരും കേൾക്കണം, സ്ട്രിങ്. ഇത് ഞാൻ ഈ പറഞ്ഞു വരുന്നത് വളരെ ഇമ്പോർട്ടന്റ് കാര്യം, സ്ട്രിങ്. ഈ സ്ട്രിങ്ങിന്റെ പ്രത്യേകത നമുക്ക്, ഈ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു ഗിറ്റാർ എടുത്തിട്ട് ഗിറ്റാറിന്റെ സ്ട്രിങ് നമ്മളിങ്ങനെ തട്ടുമ്പോൾ അതായത് പ്രകമ്പനം കൊള്ളും. ആ പ്രകമ്പനത്തിൽ നിന്നാണ്, ആ വൈബ്രേഷനിൽ നിന്നാണ് മ്യൂസിക് പുറത്തു വരുന്നത്. അപ്പൊ ആ വൈബ്രേഷന്റെ പേരാണ് സ്ട്രിങ്. സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈബ്രേഷനാണ്. അപ്പം ഒരു ആറ്റത്തിന്റെ അങ്ങേയറ്റത്ത് വൈബ്രേഷൻ ആണെന്നാ പറയുന്നത്, വൈബ്രേഷൻ. അപ്പൊ നിങ്ങളും ഞാനും ഇവിടെ വെറുതെ ഇരിക്കുമ്പോഴും നമ്മുടെ അന്തരാത്മാവ്, നമ്മുടെ അങ്ങേയകത്തെ ഇന്നർമോസ്റ്റ് പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മ്യൂസിക് നമ്മുടെ അന്തരാത്മാവിൽ നിന്ന് ഇങ്ങനെ പുറത്തു വരിക. അപ്പൊ വാസ്തവത്തിൽ നമ്മൾ ധ്യാനത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് പുറത്തൊരു മ്യൂസിക്, നേരത്തെ അന്ന് ഏഞ്ചലിക് മ്യൂസിക് കേട്ടപ്പോൾ അത് കേൾക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ അന്തരാത്മാവിൽ തന്നെ സർവശക്തനായ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു സംഗീതം പുറത്തു വരുന്നു എന്ന ബോധ്യം എല്ലാവർക്കും വേണം. ഇതൊരു കോൺഷ്യസ്നസ് വേണം. നിങ്ങളിൽ നിന്നൊരു വൈബ്രേഷൻ ഇങ്ങനെ പുറത്തു, നിങ്ങൾ എല്ലാവരും വൈബ്രേഷൻ. ഇപ്പൊ ഞാൻ ഇരിക്കുന്ന ഈ വീട്, നിങ്ങൾ ഇരിക്കുന്ന വീട്, ഇതെല്ലാം വൈബ്രേറ്റ് ചെയ്യുക. ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുക. ഈ വൈബ്രേഷൻ ചെയ്യുന്ന ഈ കാര്യത്തെ, ഈ വൈബ്രേറ്റ് ചെയ്യുന്ന ഈ വസ്തുവിനെ ഇതിങ്ങനെ മൂവ് ചെയ്യും. നിങ്ങൾ ശ്രദ്ധിക്കണം, എപ്പോഴും ഇതിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. എല്ലാവരും കേൾക്കണേ, ചലിച്ചുകൊണ്ടിരിക്കും. ഈ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ പാർട്ടിക്കിളിനെ കുറിച്ച് ഐൻസ്റ്റീന്റെ ഒരു കണ്ടുപിടുത്തം, ഒരു 10 മിനിറ്റ് ഇതൊന്ന് കേൾക്കണം നിങ്ങൾ. ഐൻസ്റ്റീന്റെ കണ്ടുപിടുത്തത്തിൽ എൻറ്റാങ്കിൾമെന്റ് തിയറി എന്ന് പറഞ്ഞ തിയറി ഉണ്ട്. അതായത് ഒരു ആറ്റത്തെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത്, എല്ലാവരും കാണാം, രണ്ടായിട്ട് ഒരു ആറ്റത്തെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിന്റെ പകുതി ഈ ഗാലക്സിയുടെ, ഈ പ്രപഞ്ചത്തിന്റെ അങ്ങേ അറ്റത്ത് കൊണ്ടുവെക്കണം. അടുത്തത് ഇങ്ങേ അറ്റത്ത് കൊണ്ടുവെക്കണം. ഇത് വലിയൊരു ട്രൂത്താണ്. രണ്ടറ്റത്ത് നിൽക്കുക. ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്ക് ബില്യൺസ് ഓഫ് പ്രകാശ വർഷം അകലെയാണ് എന്നിരിക്കട്ടെ. കോടാകോടി പ്രകാശ വർഷം അകലെയാണ് ഈ രണ്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്ന രണ്ട് പാർട്ടിക്കിൾസ്. ഈ രണ്ട് പാർട്ടിക്കിൾസിന്റെ പ്രത്യേകത, ഈ വലതുഭാഗത്തിരിക്കുന്നത് ഇങ്ങനെ ജസ്റ്റ് ടേൺ ചെയ്യാൻ തുടങ്ങിയാൽ ഓട്ടോമാറ്റിക്കലി ലെഫ്റ്റിൽ ഇരിക്കുന്നത് തിരിയും. എന്ന് പറഞ്ഞാൽ 10,000 കോടാനുകോടി കിലോമീറ്റർ അകലെ കൊണ്ട് വെച്ചാലും ഈ രണ്ട് പാർട്ടിക്കിൾ ഒന്ന് ചലിക്കുമ്പോൾ അടുത്തത് ചലിക്കാൻ തുടങ്ങും. ഓ സ്തോത്രം. ഇതിനോടുള്ള ഒരു ബന്ധത്തിൽ ഒരു വാക്യം എന്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്, ഇതിന് പശ്ചാത്തലമാണെന്ന് എനിക്ക് അറിയത്തില്ല. കർത്താവ് പറഞ്ഞൊരു വാദമാണ്, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെടും. എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണോ, if you are connected with God, if you are entangled with God, if you are living with God, if you have the consciousness of Christ inside of you, when you move, heaven will move. Somebody say hallelujah. നീ ചലിക്കുമ്പോൾ സ്വർഗം ചലിക്കാൻ തുടങ്ങും. സ്വർഗം ചലിക്കുമ്പോൾ നീ ചലിക്കാൻ തുടങ്ങും. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് എന്നോട് സംസാരിച്ചൊരു കാര്യം,
സ്വർഗത്തിന്റെ ചലനമനുസരിച്ച്, ഇത് കുറിച്ചു വെച്ചോണം, സ്വർഗത്തിന്റെ ചലനമനുസരിച്ച് ചലിക്കുന്ന ഒരു തലമുറയെ ദൈവം നാളുകളിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. സ്വർഗത്തിന്റെ ചലനമനുസരിച്ച് ചലിക്കുന്ന തലമുറ. ഓ, സ്വർഗത്തിന്റെ സീസൺ മനസ്സിലാക്കുന്ന തലമുറ, സ്വർഗത്തിന്റെ ഭാഷ മനസ്സിലാക്കുന്ന തലമുറ, സ്വർഗത്തിന്റെ ശബ്ദം തിരിച്ചറിയുന്ന തലമുറ, സ്വർഗത്തിന്റെ ടൈമിൽ മൂവ് ചെയ്യുന്ന തലമുറ. വേണമെങ്കിൽ ഒരു റവലേഷൻ പോലെ കുറിച്ചു വെച്ചോ, നിങ്ങൾക്ക് സ്വർഗത്തിലെ തമ്പുരാൻ സ്വർഗത്തിന്റെ വാച്ച് തരാൻ പോവാ. നിങ്ങൾ ഇനി ചലിക്കാൻ പോകും. ഇത് ഇന്നത്തെ ക്ലാസ്സിൽ ഒരു സ്പെഷ്യൽ വേർഡ് ദൈവം തരികയാണ്. നിങ്ങൾ സ്വർഗത്തിന്റെ ടൈമിൽ ചലിക്കാൻ പോവുക. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞൊരു വാചകം എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. മറിയോട് പറഞ്ഞൊരു പദം, എന്റെ നാഴിക വന്നിട്ടില്ല, എന്റെ നാഴിക വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പോകുന്നത് കാനാവിലെ ടൈമിലാണ്, ഞാൻ പോകുന്നത് സ്വർഗത്തിന്റെ ടൈമിലാണ്. മിസ്റ്റിക്കൽ സ്കൂളിൽ ഇരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, മോസ്റ്റ് ഹോളി പ്ലേസിൽ ഇരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നിങ്ങളും ഞാനും ഇനി ചലിക്കാൻ പോകുന്നത് ലോകത്തിന്റെ ടൈമിലല്ല, ഹെവന്റെ ടൈമിലാണ്. ഇത് റെവലേഷൻ പോലെ കുറിച്ച് വെച്ചോ. സ്വർഗം മൂവ് ചെയ്യുമ്പോ നീ മൂവ് ചെയ്യാൻ തുടങ്ങും, സ്വർഗം ചലിക്കുമ്പോൾ നീ ചലിക്കാൻ തുടങ്ങും, സ്വർഗം ശബ്ദിക്കുമ്പോ നീ ശബ്ദിക്കാൻ തുടങ്ങും. Glory, Jesus, Jesus, Jesus. I feel the presence of the Holy Ghost. സ്വർഗത്തിന്റെ മൂവ്മെന്റ് അനുസരിച്ച് ഭൂമിയിൽ ചലിക്കുന്ന ഒരു ജനം. Can you imagine, brothers and sisters? Jesus was like that. യേശു അങ്ങനെ ആയിരുന്നു. സ്വർഗത്തിന്റെ ചലനത്തിൽ ഭൂമിയിൽ ചലിച്ചു, സ്വർഗത്തിന്റെ ശബ്ദത്തിൽ ഇവിടെ ചലിച്ചു, അവിടുത്തെ വെളിപ്പാടിൽ ഇവിടെ മൂവ് ചെയ്തു. ഒരേ ടൈമിൽ രണ്ട് ലോകവുമായി നിരന്തരം ബന്ധപ്പെടുന്ന ഒരു ജനറേഷനോടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ വെറും ഏതോ ബൈബിൾ സെമിനാരിയിലെ പഠിപ്പിക്കുന്ന ആളുകളോടല്ല പറയുന്നത്. രണ്ട് ലോകങ്ങളെ ഒരുപോലെ കൈകാര്യം ചെയ്യാൻ അടുത്ത തലമുറയിൽ ദൈവം കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ചു പേരോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാ. Praise the Lord. ശാസ്ത്രം പറയുകയാണ് ഇത് രണ്ടും ഒന്ന്, ഇത് ചലിച്ചാൽ ഇത് ചലിക്കും. അടുത്ത രസം പറയാം. ക്വാണ്ടം ഫിസിക്സിനകത്ത് പറയുന്ന ഒരു കാര്യം ഇങ്ങനെ, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ക്വാണ്ടം ഫെയ്ത്ത് എന്ന് പറയുന്ന ഒരു ടീച്ചിങ് എടുത്തിട്ടുണ്ട്. ക്വാണ്ടം ഫെയ്ത്തിനകത്താണ് 5 അപ്പം കൊണ്ട് 5000 പേരെ എങ്ങനെ പോഷിപ്പിച്ച കഥ, വെള്ളത്തെ വീഞ്ഞാക്കിയ കഥ, വെള്ളത്തിന്റെ മീതെ നടന്ന കഥ, സൃഷ്ടിപരമായ മുഴുവൻ മിറാക്കിൾസിനും ബൈബിളിന്റെ മുഴുവൻ അത്ഭുതങ്ങൾക്കും ശാസ്ത്രലോകം കൊടുക്കുന്ന വിശദീകരണം ക്വാണ്ടം ഫിസിക്സ് വെച്ചാണ് അതിനെ പഠിപ്പിക്കുന്ന. ക്വാണ്ടം ഫെയ്ത്ത് എന്നാണ്. നമുക്ക് ഇപ്പോൾ ഈ ക്ലാസ്സിൽ പറ്റില്ല, മറ്റൊരു സാഹചര്യം നമുക്ക് ഉണ്ടാകും. അന്ന് നമുക്ക് ആ കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ട് പഠിക്കണം. ശ്രദ്ധിക്കുക. ഇനി ക്വാണ്ടം ഫിസിക്സ് അനുസരിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, ഒരു പാർട്ടിക്കിൾ, ഇപ്പൊ നിങ്ങളാണെങ്കിലും നിങ്ങൾ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ഈ വൈബ്രേഷൻ ഹെവൻലി റലവുമായിട്ട് ആകുമ്പോൾ, അതായത് സ്വർഗത്തിന്റെ വൈബ്രേഷനുമായിട്ട് ക്രൈസ്റ്റ് കോൺഷ്യസ്നെസിന്റെ വൈബ്രേഷനുമായിട്ട് നിങ്ങളുടെ നാച്ചുറൽ വൈബ്രേഷൻ എൻഡാങ്കിൾഡ് ആകുമ്പോൾ, ഇത് കേൾക്കുന്നുണ്ടോ? എൻഡാങ്കിൾമെന്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? ഒന്നായി ചേരുമ്പോൾ, അതായത് ക്രൈസ്റ്റിന്റെ ആ ഒരു കോൺഷ്യസ്നെസ്സുമായി, ക്രിസ്തുവുമായി നിങ്ങളുടെ ഭൗതിക ശരീരം ഒരു മിംഗ്ലിങ്ങിലേക്ക് വരുമ്പോൾ, നിങ്ങളുടെ സ്പിരിറ്റിൽ കർത്താവുണ്ട്, പക്ഷെ നിങ്ങളുടെ ശരീരവുമായി, നിങ്ങളുടെ ആറ്റങ്ങളുമായി ക്രിസ്തു മേർജ് ആകുമ്പോ നിങ്ങൾ വേറൊരു വൈബ്രേഷനിൽ ജീവിക്കാൻ തുടങ്ങും. യു ആർ ഗോയിങ് ടു മൂവ് ഇൻ അനദർ വൈബ്രേഷൻ. നിങ്ങൾക്കറിയാമോ, യേശു ക്രിസ്തു രക്തസ്രവമുള്ള സ്ത്രീ, ഇത് കേൾക്കുന്നവർ ശ്രദ്ധയോടെ കേൾക്കണം, രക്തസ്രവമുള്ള സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെ തൊട്ടപ്പോൾ യേശു പറഞ്ഞത്, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്നാണ്. മോഡേൺ ചില ട്രാൻസ്ലേഷനിൽ പറഞ്ഞത്, എന്നിൽ നിന്ന് ഒരു വൈബ്രേഷൻ പുറപ്പെട്ടു എന്നാണ്. അതിൽ വേറൊരു ട്രൂത്ത്, അത് എൻറ്റാങ്കിൾമെന്റ് എന്നുണ്ട് കേട്ടോ. ഇതത് രണ്ട് കയറുകൾ തമ്മിൽ ഇങ്ങനെ പിണയുമ്പോൾ അതിന് എൻറ്റാങ്കിൾമെന്റ് എന്നാ പറയുന്നത്. എൻറ്റാങ്കിൾമെന്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? രണ്ട് കയറുകൾ തമ്മിൽ ഇങ്ങനെ ചുറ്റി ചേർന്ന് ഒരുമിച്ച് ഇഴ ചേർത്ത് ഇങ്ങനെ കിടന്നു. യേശുക്രിസ്തു പറഞ്ഞത്, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ആ ശക്തി എന്നതിന് കൊടുത്തിരിക്കുന്ന പദത്തിന്റെ അർത്ഥം എന്റെ എൻറ്റാങ്കിൾമെന്റിൽ നിന്ന്, അതായത് ചുറ്റപ്പെട്ടിരുന്ന ഈ അനുഭവത്തിൽ നിന്ന്, അതായത് ക്രിസ്തുവും, ഓ മൈ ഗോഡ്, പിതാവും പുത്രനും തമ്മിൽ ഒന്നാണ്. പിതാവും പുത്രനും
കയറുകൾ തമ്മിൽ പിരിഞ്ഞ്, ഞാൻ എങ്ങനെ അത് പറഞ്ഞു തരുന്നേ, ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ഈ കയറുകളെ തമ്മിൽ ഞാൻ ഇങ്ങനെ പിന്നുക. കണ്ടില്ലേ, പിന്നുകളാണ്. ഇതിങ്ങനെ കൂടി പിന്നുമ്പോ യേശുക്രിസ്തു പറഞ്ഞു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ശക്തി പുറപ്പെട്ടു. ആ ശക്തി പുറപ്പെട്ടു എന്നതിന്റെ അരാമായിക്കിൽ കൊടുത്തിരിക്കുന്നത് ഈ എന്നിൽ നിന്ന്, അതായത് ഈ പിണഞ്ഞിരുന്നതിൽ നിന്ന് ഒരു വൈബ്രേഷൻ പുറപ്പെട്ടു. ഓ നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളൂ. അതായത് എന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ നിന്ന്, നൂലിൽ നിന്ന് ശക്തി പുറപ്പെട്ടെന്നല്ല, ഞാൻ ആരുമായിട്ടാണോ ഇണഞ്ഞിരിക്കുന്നത്, ആ ഇണഞ്ഞതിൽ നിന്ന് ഒരു വൈബ്രേഷൻ പുറപ്പെട്ടു. ഇത് കുറിച്ചു വെച്ചോ, ഞാനിത് വെറുതെ പറയുകയല്ല. ഇന്ന് ഈ ക്ലാസ് തീർന്ന് നാളത്തെ പ്രഭാതം മുതൽ നിങ്ങളിൽ ഇത് സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വസ്ത്രത്തെ തൊടുന്നവർക്ക് സൗഖ്യം വരും. ഇത് യേശുവിൽ മാത്രമല്ല സംഭവിക്കുന്നത്. ആരെല്ലാം ക്രിസ്തുവുമായി പിണഞ്ഞിരിക്കുന്നുവോ അവരിൽ നിന്നൊരു ഹയർ വൈബ്രേഷൻ പുറപ്പെടും. ഒരു വൈബ്രേഷൻ പുറപ്പെടും. കാരണം നിങ്ങൾ ഹെവൻലി ബീയിങ്ങുമായിട്ടാണ് ഇപ്പോൾ എൻറ്റാങ്കിൾ ആയിരിക്കുന്നത്. ഓ മൈ ഗോഡ്. ഈ പിണഞ്ഞതിൽ നിന്നൊരു ശക്തി പുറപ്പെട്ടു. 12 വർഷമായി രക്തസ്രവമുള്ളവരുടെ രോഗബന്ധനത്തെ അഴിച്ചു കളഞ്ഞു. ഞാൻ പ്രിയപ്പെട്ടവരോട് പറയാം, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ നമ്മൾ എന്തോ ഒരു പുതിയ പവർ ചാർജ് ആകുന്ന ചിന്ത വിടണം. ചാർജിങ് അല്ല ഇത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കുമെന്നാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ പരിശുദ്ധാത്മാവ് വന്ന് ആവസിക്കുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കുമെന്നാണ്. പരിശുദ്ധാത്മാവ് ശക്തിയല്ല, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവ് ഒരുവനിലേക്ക് വരുമ്പോൾ ആ വ്യക്തിയിലേക്ക് മോർജ്ഡ് ആകുമ്പോൾ പവർ വിൽ കം ഔട്ട്, വൈബ്രേഷൻ വിൽ കം ഔട്ട്. പിന്നെ നിങ്ങളിലൂടെ വ്യാപരിക്കുന്നത് ഹെവൻലി വൈബ്രേഷനാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, കൈവച്ചാൽ രോഗി സൗഖ്യമാകും. It's not an action of faith, it's a transferring of vibration. Oh my God. വിശ്വസിക്കണം. നീ കൈ അങ്ങോട്ട് വെക്കുമ്പോൾ നിന്നിൽ നിന്ന് ഒരു ഹയർ കൈൻഡ് ഓഫ് ഹെവൻലി വൈബ്രേഷൻ, ഒരു ദൈവികമായ ഫ്രീക്വൻസി, ഒരു ദൈവശക്തി, ഒരു വെർച്യു പുറപ്പെടുമെന്ന് വിശ്വസിക്കണം. വിശ്വസിച്ചുകൊണ്ട് വേണം കൈവെക്കാൻ. കാരണം നീ അല്ല കൈവെക്കുന്നത്, നിന്റെ അകത്തിരിക്കുന്ന ക്രിസ്തുവും കൂടെ ചേർന്നാണ് കൈവെക്കുന്നത്. അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കും. അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കും. കർത്താവ് കഴിഞ്ഞ ദിവസം എന്നോട് ഈ കാര്യങ്ങൾ മെഡിറ്റേറ്റ് ചെയ്തപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, നിങ്ങളുടെ നിഴലിനകത്ത് പോലും വൈബ്രേഷൻ വ്യാപരിക്കും. പത്രോസിന്റെ നിഴലിൽ തട്ടി. എന്റെ സഹോദരന്മാരെ, ബൈബിൾ വായിച്ച് ചിരിക്കാനും കൈയടിക്കാനും ഉള്ളതല്ല. ബൈബിൾ നമുക്ക് സ്വന്തമാണ്. ബൈബിൾ നമ്മുടെ ലൈഫായി മാറണം. 2 കാര്യങ്ങളെ ഞാൻ വളരെ പ്രാധാന്യത്തോടെ പറയുന്നു. ഒന്ന്, വി ആർ ഗോയിങ് ടു വാക്ക് ഇൻ ദ പ്രസൻസ്. ഇത് നോട്ട് ചെയ്യണം. 2 കാര്യം മറക്കരുത്. വാക്കിംഗ് ഇൻ ദ പ്രസൻസ്, വാക്കിംഗ് ഇൻ ദ പവർ. ഈ സ്കൂളിലുള്ള മുഴുവൻ ആളോട് ഞാൻ പറയാം, ഇനി മുതൽ നമ്മളൊരു സാധാരണക്കാരെ പോലെ നടക്കരുത്. ദൈവ സാന്നിധ്യത്തെ ചുമന്നുകൊണ്ട്, ദൈവ മഹത്വത്തെ ചുമന്നുകൊണ്ട്, ദൈവശക്തിയെ ചുമന്നുകൊണ്ട് we are going to walk in power, we are going to walk in the presence of God. എന്തോ ഒരു വരം വാങ്ങിച്ചിട്ട് എങ്ങനെയോ ജീവിക്കുകയല്ല. ആമേൻ. ഏതോ ഒരു വരത്തെ പ്രാപിച്ചിട്ട് എങ്ങനെയോ ജീവിക്കുകയല്ല. യേശുവിന്റെ കൂടെ ജീവിക്കുക, ക്രിസ്തുവിന്റെ കൂടെ ജീവിക്കുക. നാം പോകുന്നിടത്ത് ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് ഈ സൂം മീറ്റിങ്ങിനകത്ത് ഓരോ വ്യക്തി, ഈ ക്യാമറയിലൂടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇരിക്കുന്ന മുറിയിൽ സാന്നിധ്യമുണ്ടെന്ന് തിരിച്ചറിയുക. പ്രസൻസ് ഓഫ് ഗോഡ് ഉണ്ട്. ഓ മൈ ഗോഡ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. The presence of God is there. You can, awareness is needed. Awareness ആ വേണ്ടത്. അങ്ങനെ ഉണ്ടെന്നുള്ളൊരു ബോധ്യത്തിലേക്ക് ഹോളി ഗോസ്റ്റ് നിങ്ങളെ നടത്തുക. Listen to me. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഹയർ കോൺഷ്യസ്നസ് ക്രൈസ്റ്റ് കോൺഷ്യസ്നസ് ആണെങ്കിൽ ലോവർ കോൺഷ്യസ്നസ് ഈഗോയാണ്. അടുത്ത പ്രധാന കാര്യം, ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ പറഞ്ഞിട്ട് ഇതിലേക്ക് പോകാൻ പോകും. അതായത്
every atoms, every molecules, every subatomic particles in the world is moving. ഇങ്ങനെ മൂവ് ചെയ്യും. അതായത് മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല, പക്ഷെ ഇത് അകത്തിങ്ങനെ ഭയങ്കര വേഗത്തിൽ, പ്രകാശത്തെക്കാൾ വേഗത്തിൽ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുക. ശാസ്ത്രം കണ്ടുപിടിച്ചൊരു ട്രൂത്ത്, എപ്പോഴാണോ if somebody observe, oh my goodness, observe that moving particle. ശ്രദ്ധിക്കണേ, മൂവിങ് പാർട്ടിക്കിളിൽ നമ്മൾ നോക്കാതിരിക്കുന്നിടത്തോളം കാലം അത് വേവ് ആണ്, ഫ്രീക്വൻസി. അതിങ്ങനെ ഒരു വേവ് പോലെയാണ്, അതൊരു മാറ്റർ അല്ല. നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? മാറ്റർ അല്ല. ബാലകന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും. ബാക്കി അപ്പങ്ങൾ എവിടുന്ന് വന്നു? എവിടുന്ന് വന്നു? ഇത് വർദ്ധിച്ചതല്ലേ? ഇൻവിസിബിൾ വേൾഡിൽ നിന്ന് വന്നതല്ലേ? ഇൻവിസിബിൾ വേൾഡിൽ നിന്ന് വന്നതല്ലേ? അദർശ്യ ലോകത്തിൽ നിന്ന് വന്നതല്ലേ? ഈ അദർശ്യ ലോകത്ത് ഈ അപ്പം എങ്ങനെയായിരുന്നത്? വൈബ്രേഷൻ ആയിരുന്നു, വേവ്സ് ആയിരുന്നു, കാണാൻ പറ്റില്ല. ഈ മാറ്റർ വേവ് ആയിരുന്നു. നിങ്ങൾക്കൊരു ഭയങ്കര രഹസ്യം ഞാൻ പറഞ്ഞുതരാം. യേശു ക്രിസ്തു എന്തുകൊണ്ട് ഈ അപ്പം എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി? നോക്കിന്ന് കണ്ടില്ലേ? നോക്കി. എന്തിനാ നോക്കിയത്? സ്തോത്രം ചെയ്തു. നോക്കിന. He saw, he observed, he perceived. യേശു നോക്കി. യേശുവിന്റെ അറ്റൻഷൻ, ഓ മൈ ഗുഡ്നസ്, യേശുവിന്റെ അറ്റൻഷൻ, യേശുവിന്റെ ശ്രദ്ധ ആ ഇൻവിസിബിൾ വേൾഡിൽ ഒരുക്കിയിരിക്കുന്ന അപ്പത്തെ കണ്ട മാത്രയിൽ that wave matter, wave substance became matter. മനസ്സിലാവുന്നുണ്ടോ? സയൻസ് പറയുന്നത് ഈ വേവ് ആയിട്ടിരിക്കുന്ന ഈ സാധനത്തെ നമ്മൾ ആര് നോക്കുന്നോ, നോക്കുന്ന നിമിഷം അത് മാറ്റർ ആയിട്ട് മാറും. അതായത് ഇപ്പൊ ഈ ഡോങ്കിള് ഇത് ഒറിജിനലി വേവ് ആണ്, നമുക്ക് കാണാൻ പറ്റാത്ത വേവ് ആണ്. പക്ഷെ നമ്മൾ ഇതിലേക്ക് നോക്കുമ്പോൾ ഇത് മാറ്റർ ആയിട്ട് മാറുക. അതായത് ഒരാൾ ശ്രദ്ധ കൊടുത്താലേ ഇത് മാറ്റർ ആകത്തുള്ളൂ. പിടി കിട്ടുന്നുണ്ടോ? അപ്പൊ ഇൻവിസിബിൾ ലോകത്ത് ഹയർ ഫ്രീക്വൻസിയിൽ ഇരിക്കുന്ന ഈ പ്രൊവിഷനെ, മൈ ഗോഡ്, ക്രൈസ്റ്റ് കണ്ടപ്പോ, ക്രിസ്തു കണ്ടപ്പോൾ, അവൻ ഒബ്സർവ് ചെയ്തപ്പോൾ the wave became matter. ബൈബിൾ വാക്യം ഓർമ്മയുണ്ടോ? കാണാത്ത കാര്യത്തിന്റെ നിശ്ചയം. കാണാത്ത കാര്യം, അദൃശ്യമായതിനെ സബ്സ്റ്റൻസ് ആക്കുന്നതാണ് ഫെയ്ത്ത്. You are seeing things in the invisible. When you see something invisible, that will come to pass. Oh, അദർശ്യ ലോകത്ത് നിങ്ങൾ എന്ത് കണ്ടാലും അത് ഭൗതിക ലോകത്തിൽ മാറ്ററായി മാറും. ഞാനതിന് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. യേശു പറഞ്ഞു, ഞാൻ പിതാവ് ചെയ്ത് കാണുന്നതത്രേ പുത്രൻ ചെയ്യുന്നത്. പിതാവ് ചെയ്ത് കാണുന്നത് പുത്രൻ ചെയ്യുന്നു. ഇൻവിസിബിൾ ലോകത്ത് എന്ത് കണ്ടോ അതാണ് പുത്രൻ ഭൂമിയിൽ ചെയ്തത്. എന്റെ കൂടെ നിങ്ങൾക്ക് വരാൻ പറ്റുന്നുണ്ടോ? ഇത് ഞാൻ വെറുതെ ഒരു ആവേശം പറയുകയല്ല. ലോകത്തെ ഇന്നത്തെ സയൻസ് ബൈബിൾ വെച്ച് പ്രൂവ് ചെയ്തേക്കുക. നമ്മുടെ പിതാക്കന്മാർക്ക് ഇത് അറിയത്തില്ല, മനസ്സിലായി? നമ്മുടെ അബ്രഹാമിന് അറിയത്തില്ല. പക്ഷെ അബ്രഹാമിന് ദൈവം ഈ തിയറി പഠിപ്പിച്ചു കൊടുത്തു. എങ്ങനെയാണെന്നറിയാമോ? തല ഉയർത്തി നോക്കുക, തല ഉയർത്തി നോക്കുക, കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെയും നിനക്കും നിന്റെ സന്തതിക്ക് ശാശ്വതാവകാശമായി തരും. ക്വാണ്ടം ഫിസിക്സ് എന്ന് പറഞ്ഞാൽ നീ നോക്കാത്തടത്തോളം കാലം അത് വേറൊരാളുടെ വകയാണ്. നീ കണ്ടു കഴിഞ്ഞാൽ അത് നിന്റെ അവകാശമാണ്. ഓ മൈ ഗോഡ്, എല്ലാവരും ഉറക്കെ സ്തോത്രം പറയാൻ പറ്റുമോ? നിന്റെ കണ്ണ് പെടുന്നതുവരെ അത് അനാക്യരുടെയും കനാന്യരുടെയും പെരിഷ്യരുടെയും യബൂസ്യരുടെയും അവകാശ ഭൂമിയാണ്. പക്ഷെ വിശ്വാസമുള്ളവൻ കണ്ട മിനിറ്റ് മുതൽ അത് അവന്റെയും അവന്റെ അവകാശത്തിന്റെ അവന്റെ തലമുറയുടെയും ശാശ്വത അവകാശമാണ്.
ഒരു കാര്യം ഞാൻ വെളിപ്പാടി പറയാം. ദർശനത്തോടെ സ്വപ്നങ്ങൾ കാണുന്ന, ദർശനം കാണുന്ന ആരെങ്കിലും എന്നെ കേട്ടോണ്ടിരിക്കുന്നുണ്ടോ? നീ കാണുന്ന ദർശനം മൊത്തം നിന്റെ കണ്ണിന്റെ മുമ്പിൽ വരാൻ പോവുക. നീ സ്വപ്നത്തിൽ കണ്ടത് നീ ഉണരുമ്പോൾ വെളിപ്പെടാൻ പോവുക. സ്വപ്നത്തിൽ കണ്ടത്, ഓ മൈ ഗോഡ്, സ്വപ്നത്തിൽ കണ്ടത് ഉണരുമ്പോൾ വെളിപ്പെടാൻ പോവുകയാണ്. നിന്റെ ദർശനങ്ങൾ, ഞാൻ മുമ്പോട്ട് വന്നല്ലോ, ദർശനങ്ങളാണ് മഹിമയിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ദർശനമാണ് നിന്നെ സിംഹാസനത്തിൽ എത്തിക്കാൻ പോകുന്നത്. ദർശനമാണ് ജോസഫേ നിനക്ക് സിംഹാസനം തരാൻ പോകുന്നത്. ഗ്ലോറിഫിക്കേഷനിലേക്ക് ചർച്ച് പോവുകയാണ്. ചർച്ചിന്റെ കണ്ണ് ദൈവം തുറക്കുക. എല്ലാവരും കേൾക്കണം. അപ്പം നമ്മൾ ശ്രദ്ധിക്കാത്തിടത്തോളം കാലം അതൊരു വേവാണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ അന്നേരം അത് സ്റ്റോപ്പ് ആവും. ഇപ്പൊ ഈ മാറ്റർ, ഇത് ഞാനിതിപ്പോ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നു. ഇതൊരു ശാസ്ത്രലോകത്തിന്റെ കണ്ണിൽ അല്ലെങ്കിൽ ഒരെണ്ണത്തിനിടയിൽ ഇങ്ങനെ വേവാണ്. ഇതൊരു മാറ്ററാണ്. ഇതൊരു നമ്മുടെ കണ്ണിൽ മാറ്ററാണ്. പക്ഷെ ഇത് ഇങ്ങനെ ചലിച്ചോണ്ടിരിക്കുന്ന വേവാണ്. പക്ഷെ നോക്കുന്ന നിമിഷം ഇത് സോളിഡ് ആയി മാറും. കാണാത്ത കാര്യത്തിന്റെ നിശ്ചയം. ആമേൻ. ഞാൻ തുറന്നു പറയാം, നിങ്ങൾ ദൈവം, സർവശക്തിയുള്ള ദൈവം, പ്രപഞ്ചനാഥൻ ഒരിക്കൽ ബാബേൽ ഗോപുരം പണിയുന്ന സ്ഥലത്തേക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ടോ? മനുഷ്യൻ അവന്റെ നിരൂപണങ്ങളൊന്നും, എല്ലാരും അടിവരയിട്ട് പഠിക്കേണ്ട വാക്ക, നിരൂപണങ്ങളൊന്നും അസാധ്യമാകുകയില്ല. നിങ്ങൾക്കൊരു നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ എഴുതി വെക്കണം. എന്റെ നിരൂപണങ്ങളൊന്നും അസാധ്യമാകുകയില്ല എന്ന് പറഞ്ഞാൽ എന്റെ ഇമാജിനേഷൻസ് ഒന്നും അസാധ്യമാകത്തില്ല. ഞാൻ എന്തെല്ലാം മനസ്സിൽ പരിശുദ്ധാത്മാവിൽ കരുതുന്നുവോ അതെല്ലാം സാധ്യമാകും. സാധ്യമാകും. വലിയ കാര്യങ്ങൾ കാണാൻ നിങ്ങളുടെ കണ്ണു തുറക്കട്ടെ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ ബാല്യക്കാർ ദർശനങ്ങൾ ദർശിക്കും, സ്വപ്നങ്ങൾ കാണും, പ്രവചിക്കും. God is opening the eyes to see the invisible world. It's a higher kind of consciousness. Adam was like that. Adam എവിടുന്നാ വീണേ? ഉയർന്ന കോൺഷ്യസ്നെസ്സിൽ നിന്ന് താഴ്ന്ന കോൺഷ്യസ്നെസ്സിലേക്ക് വീണു. വീഴ്ച, മനുഷ്യന്റെ വീഴ്ച അതാണ്. ക്രൈസ്റ്റ് കോൺഷ്യസ്നെസ്സിൽ നിന്ന് ഈഗോസ്റ്റിക് കോൺഷ്യസ്നെസ്സിലേക്ക് വീണു. ഇന്ന് മനുഷ്യരെ ഭരിക്കുന്ന എന്താണ്? ഈഗോയാണ്. എല്ലാ പാപം ഈഗോയിൽ നിന്നാണ് വരുന്നത്. എല്ലാ ഭിന്നത ഈഗോയിൽ നിന്നാണ് വരുന്നത്. എല്ലാ കഷ്ടത ഈഗോയിൽ നിന്നാണ് വരുന്നത്. എല്ലാ വഴക്കുകൾ ഈഗോയിൽ നിന്നാണ് വരുന്നത്. എല്ലാ ഭിന്നതകൾ ഈഗോയിൽ നിന്നാണ് വരുന്നത്. മനുഷ്യൻ അനുഭവിക്കുന്ന മുഴുവൻ കഷ്ടതയുടെയും ആധാരം ഈഗോയാണ്. എല്ലാ രോഗങ്ങളും എല്ലാ ദുരിതങ്ങളും ഈഗോയിൽ. ഹയർ കോൺഷ്യസ്നെസ് അതില്ല. നിങ്ങൾക്കറിയുമോ, ഈ ഹയർ കോൺഷ്യസ്നെസ്സിനകത്ത് മരണമില്ല. ആമേൻ. ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നുകൂടെ പറഞ്ഞു, ഹയർ കോൺഷ്യസ്നെസ്സിൽ തിരിക്കുന്ന ആളുകൾക്ക് ഭൗതിക നിയമങ്ങൾ പോലും ബാധകമല്ല. ഇപ്പൊ ഞാന് ശ്രദ്ധിക്കുക, ഇതിപ്പം ഈ വസ്തു എന്റെ കയ്യിൽ നിന്ന് താഴെ പോകും. എന്റെ താഴെ പോകുന്ന എന്റെ കോൺഷ്യസ് പറയാതിരിക്കട്ടെ. എന്റെ ഹയർ കോൺഷ്യസ്നസ് എന്റെ ലോവർ കോൺഷ്യസ്നസിനേക്കാൾ ടോപ്പ് ആയാൽ ഇത് പോകും എന്ന് ഞാൻ പറഞ്ഞോട് താഴെ ഇട്ട് ഇത് പോകത്തില്ല. ഇതിവിടെ നിൽക്കും. എല്ലാം പിടികിട്ടിയോ? വെള്ളത്തിന്റെ മീതെ നടന്നു, ലോവർ കോൺഷ്യസ്നസ് നടക്കുന്ന മുങ്ങിപ്പോവും. ക്രൈസ്റ്റ് ലോവർ കോൺഷ്യസ്നസിലല്ല നടന്നത്, ഗോഡ് കോൺഷ്യസ്നസിലാണ് നടന്നത്. ഗോഡ് കോൺഷ്യസ്നസ് വെള്ളത്തിന് മീതെ നടന്നപ്പോ നാച്ചുറൽ ലോസ് യേശുവിനെ തൊട്ടില്ല. ഇത് കേട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞ് ഇന്ന് രാത്രി മുഴുവൻ ആരാധിക്കാനുള്ള വകയായത്. ലോവർ കോൺഷ്യസ് പറയും മുങ്ങിപ്പോവും, ഹയർ കോൺഷ്യസ് പറയും മുങ്ങത്തില്ല. കാരണം നാച്ചുറൽ ലോ ഹയർ കോൺഷ്യസ് വർക്ക്ഔട്ട് ആവത്തില്ല. ആമേൻ. ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ്. കായൻ തന്റെ കയ്യിലെ ഇരുമ്പ് വടി കൊണ്ട് ഹാബേലിന്റെ നെറുകയിൽ അടിക്കുക. ഹാബേൽ ഹയർ കോൺഷ്യസ്നസിലായിരുന്നെങ്കിൽ ഈ അടി കൊള്ളത്തില്ലായിരുന്നു. അവിടെ കൊലപാതകം നടന്നത് ലോവർ കോൺഷ്യസ്നസിലാണ്. ശ്രദ്ധിക്കണം. ഓ മൈ ഗോഡ്.
ഹയർ കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞേ? ക്രൈസ്റ്റ് കോൺഷ്യസ്നസ്. ക്രൈസ്റ്റ് കോൺഷ്യസ്നസ്സിനകത്ത് ഡെത്ത് ഇല്ല, ഡീക്കേ ഇല്ല, ഏജിങ് ഇല്ല. മൈ ഗോഡ്, അവിടെ ദ്രവത്വമില്ല, പകയില്ല, വിദ്വേഷമില്ല, രോഗമില്ല. ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ചോ, എല്ലാരും കുറിച്ച് വെച്ചോ, ഒരു ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. റിസീവ് ദാറ്റ് വേർഡ്. നീ ആശുപത്രി പോകേണ്ട ഗതികേട് കർത്താവ് വരുത്തത്തില്ല. റൈറ്റ് നൗ റിസീവ് യുവർ ഹീലിംഗ് നൗ. റിസീവ്. ഒറ്റ വ്യാധി ഇതിനകത്ത് രോഗികളായിട്ട് ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ റൈറ്റ് നൗ ഐ കമാൻഡ് in the name of Jesus, receive your healing. Receive your healing. Come up to the higher consciousness. Christ lives in you. The hope of glory. The warrior. Thank you, Jesus. The creator. The destroyer of sin, sickness, death, and ego. Jesus Christ lives in you. Get healed right now. I'm so excited because the higher consciousness is working out. Hallelujah. We are going to walk. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു, ഇപ്പൊ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഹാർട്ടിൽ, ദ മോസ്റ്റ് ഇന്നർമോസ്റ്റ് പാർട്ടിൽ കർത്താവ് വസിക്കുന്നുണ്ട് അല്ലേ? പക്ഷെ അതിന്റെ വെളിയിൽ എന്തുണ്ട്? ഈഗോ ഉണ്ട്. ഈഗോ വലിയ പ്രോമിനന്റ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്കൈ, നമ്മുടെ അന്തരാത്മാവ്, നമ്മുടെ ഇന്നർ ബീയിങ്, ഈ കാണുന്ന ആകാശമാണെങ്കിൽ നമ്മുടെ ഈഗോ എന്ന് പറയുന്നത്, നമ്മുടെ ചിന്തകൾ എന്ന് പറയുന്നത് അവിടെ ഉയർന്നു വരുന്ന മേഘങ്ങളാണ്. അതെ, ആകാശമാണ് നമ്മുടെ ഒറിജിനൽ കോൺഷ്യസ്നസ് എങ്കിൽ അവിടേക്ക് ഇങ്ങനെ പറന്നു വരുന്ന റോക്കറ്റുകളാണ് ഈഗോയും ചിന്തകൾ. ഈ ഈഗോയ്ക്കും ഈ ചിന്തകൾക്കൊന്നും നിത്യമായ പ്രാതിനിധ്യം ഇല്ല, ഇൻഫിനിറ്റ് അല്ല. അതൊക്കെ തന്നെ ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ താഴേക്ക് പോകും. പക്ഷെ നിലനിൽക്കുന്നത് സ്കൈ അവിടെ ഉണ്ടാവും, സ്കൈ ഉണ്ടാവും. ആമേൻ. പക്ഷെ നമ്മൾ എങ്ങോട്ട് പോകണം? രണ്ട് നിലയില. നിങ്ങളുടെ അറ്റൻഷൻ, ലിസൺ ടു മീ, ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. നേരത്തെ ഞാൻ പറഞ്ഞ ആ ക്വാണ്ടം ഫിസിക്സിന്റെ അല്ലെങ്കിൽ ആ ഫ്രീക്വൻസിയുടെ തിയറി അനുസരിച്ച് ഞാൻ സംസാരിക്കുക. ഇതേ കാര്യം ഇവിടെ വർക്ക്ഔട്ട് ആവും. ഇഫ് യു ആർ അറ്റന്റീവ് ടു യുവർ തോട്ട്സ്, നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ ചിന്തകളെ ബലപ്പെടുത്തും. മനസ്സിലാണോ? ചുമ്മാതെ ഇങ്ങനെ ചിന്ത വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ അതിനെ ശ്രദ്ധിച്ചാൽ അത് റിയൽ ആവും. ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ഇല്ലൂഷനാണ്. ഓ മൈ ഗോഡ്. മാറ്റി പറഞ്ഞാൽ, നമ്മൾ നമ്മുടെ ചിന്തകളെ ശ്രദ്ധിക്കാതിരുന്നാൽ അത് വെറും മായാജാലം, വെറും മായ. നമ്മൾ അതിനെ ചിന്തിച്ചാൽ അത് നമ്മെ തളർത്തും. ആമേൻ. നിങ്ങളുടെ ചിന്തകളല്ല നിങ്ങൾ എലോഹീമിന്റെ പുത്രന്മാരാണ്. നിങ്ങളുടെ മനസ്സിൽ ഉരുവായി വരുന്ന ചിന്തകളല്ല നിങ്ങൾ അത്യുന്നതന്റെ പുത്രന്മാരാകയാൽ മഹാദൈവം നിങ്ങളുടെ അകത്ത് വസിക്കുന്നതിനാൽ ആ അകത്തു വസിക്കുന്നവനാണ് നിങ്ങളുടെ റിയാലിറ്റി. ചിന്തകൾ എപ്പോഴും ചിന്തകൾ, ഓ മൈ ഗോഡ്, ചിന്തകൾ ആമേൻ കഴിഞ്ഞ കാലത്തിന്റെ ഓർമ്മയിൽ നിന്ന് വരുന്നതാണ്. ഒന്നുകൂടെ പറയാം. ചിന്തകൾ, മിക്കവാറും എല്ലാ ചിന്തകളും, നമ്മളെ നോവിക്കുന്ന എല്ലാ ചിന്തകളും പൂർവകാലത്തെ നൊമ്പരങ്ങളിൽ നിന്ന് വരുന്നതാണ്, പരാജയങ്ങളിൽ നിന്ന് വരുന്നതാണ്, നിരാശയിൽ നിന്ന് വരുന്നതാണ്, തോൽവിയിൽ നിന്ന് വരുന്നതാണ്. ഇല്ലേ? 1995 തോറ്റു, ഇപ്പോഴും ഇങ്ങനെ ഒരു ചിന്തയാണ് അതിങ്ങനെ. അപ്പൊ നമ്മളെ ശ്രദ്ധിക്കും. ഉടനെ നമുക്കൊരു കോൺഷ്യസ്നെസ് ഉണ്ടാവുക, പ്രിക്കിംഗ് കോൺഷ്യസ്നെസ് ഉണ്ടാവുക. സത്യത്തിൽ അതിനെ മൈൻഡ് ചെയ്യാതെ വിട്ടേക്കണം. അതൊരു ഇല്യൂഷനാണ്.
അതൊരു കബളിപ്പീരാണ്, അത് തട്ടിപ്പാണ്. ശ്രദ്ധിക്കരുത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 1000 10,000 പരാജയവും നിന്ദയും അപഹാസ്യവും തോൽവിയും വീഴ്ചയും എന്ന് വേണ്ട ലോകത്തിലെല്ലാം നിങ്ങൾക്ക് നേരെ ഉണ്ടെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതെല്ലാം ഉണ്ടായിട്ടും ഇതൊക്കെ സംഭവിച്ചിട്ടും നിങ്ങളെ വിട്ടുപിരിയാതെ ഇന്നും നിങ്ങൾ എൻ്റെ മന്ദിരമാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ അന്തരാത്മാവിൽ സിംഹാസനസ്ഥനായിട്ടിരിക്കുന്ന യേശുക്രിസ്തുവിനെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സ്തോത്രം. നിങ്ങളെ തളർത്തുന്ന ചിന്തകളിലേക്കല്ല നിങ്ങളുടെ ശ്രദ്ധ പോകേണ്ടത്. ഇത്രയും തോൽവി വന്നിട്ടും നിന്നെ ഉപേക്ഷിക്കാതെ അവസാന നാൾ വരെ ഞാൻ നിന്നോടുകൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞ് നിന്റെ ഉള്ളിൽ ഒരാൾ ഇരിപ്പില്ലേ? ആ ആളിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. നീ ജയിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. മനുഷ്യര് പറയുന്ന വാക്കുകൾ, മനുഷ്യൻ പറയുന്ന വാക്ക്, ഇതൊന്നും ശ്രദ്ധിക്കരുത്. നീ ശ്രദ്ധിക്കണം, നിന്റെ അകത്തിരിക്കുന്ന ആൾ എന്ത് പറയുന്നെന്നാ. നമ്മൾ എന്തിന്റെ മേൽ അറ്റൻഷൻ കൊടുക്കുന്നോ ആ അറ്റൻഷൻ കൊടുക്കുന്നത് റിയലായി മാറും. ഒരു ആമേൻ പറയുക, റിയലായി മാറും. ഇപ്പൊ ക്രിസ്തു നിങ്ങളുടെ അകത്ത് ഒരു വൈബ്രേഷൻ ആയിട്ടിരിക്കുക, ക്രിസ്തു നിങ്ങളുടെ അകത്ത് ഒരു ചിന്തയായിട്ടിരിക്കുന്നെങ്കിൽ ഹൗ മച്ച് മോർ യു ഒബ്സർവ് ഗീവ് അറ്റൻഷൻ, അത് റിയലായി 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 വരാൻ തുടങ്ങും. നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ക്രിസ്തുവിനെ നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു, നിങ്ങൾ ഓ മൈ ഗോഡ് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ക്രിസ്തുവിലേക്ക് നിങ്ങൾ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങുന്നു, ഫോക്കസ് ചെയ്യാൻ തുടങ്ങുന്നു, നോക്കാൻ തുടങ്ങുന്നു, അവനിലേക്ക് മാത്രം ശ്രദ്ധ തിരിക്കാൻ തുടങ്ങുന്നു, അത്രത്തോളം അകത്തിരിക്കുന്ന ക്രിസ്തു റിയലായി 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 മാറാൻ തുടങ്ങും. ആമേൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ എന്തിനെ ശ്രദ്ധിക്കുന്നോ അതേ റിയൽ ആകത്തുള്ളൂ. ഇനി മുതൽ തോൽവി, പരാജയം, പിശാച്, നിന്ന, അപഹാസ്യം, മനസ്സിനകത്ത് വരുന്നതായ വാക്ക്, ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തുവിനെ ശ്രദ്ധിക്കാൻ പോവുക. ക്രിസ്തു ഉണരുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ജീവിക്കുമ്പോഴും നടക്കുമ്പോഴും ക്രിസ്തു 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 ക്രിസ്തു, ഈ ക്രിസ്തു എന്ന ഫോക്കസിലേക്ക് ഞാൻ പോകുമ്പോൾ ഒരു ദിവസം എൻ്റെ അകത്തിരിക്കുന്ന ക്രിസ്തു എന്നിൽ റിയലായി മാറാൻ തുടങ്ങും. അങ്ങനെ റിയലായി മാറിയപ്പോഴോ പൗലോസ് എഴുതി വെച്ചു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. Somebody say hallelujah. ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. പോൾ പറയുക, ഇനി ഞാനില്ല, കാരണം എൻ്റെ അകത്തുനിന്ന് ആ ഒറിജിനൽ ആള് പുറത്തു വന്നു. റിയൽ പേഴ്സൺ came out. Amen. Oh, I love it. Higher consciousness. നിങ്ങളുടെ അകത്ത്, എന്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണേ, നിങ്ങളുടെ അകത്തുള്ള ലോവർ കോൺഷ്യസ്നെസ്സിനെ താഴ്ത്താൻ പോവാ. നിങ്ങൾ ആരെങ്കിലും അവകാശം ചെയ്യുന്നെങ്കിൽ, പരിഹസിക്കുന്നെങ്കിൽ, നിങ്ങൾ വെറും ലോക മനുഷ്യരെ പോലെ സംസാരിക്കുന്നെങ്കിൽ, നിങ്ങൾ ഇന്നും ജീവിക്കുന്നത് ലോവർ കോൺഷ്യസ്നെസ്സിലാണ്. നിങ്ങളുടെ ലോവർ കോൺഷ്യസ് ആണ് നിങ്ങളെ ഇത്ര അഴുക്കാക്കിയത്. ലോവർ കോൺഷ്യസ്നെസ്സിനെ കളഞ്ഞ് നമ്മൾ ഹയർ കോൺഷ്യസിലേക്ക് വരാൻ പോകും. ആമേൻ. അതുകൊണ്ടാണ് ഈ വിശുദ്ധന്മാരെല്ലാരും, ഞാൻ പറഞ്ഞില്ല, ഈ മിസ്റ്റിക്കൽ സെയിൻസിന്റെ കഥ ഞാൻ പഠിച്ചപ്പോൾ അവരെല്ലാരും പ്രാർത്ഥിച്ചത്, എല്ലാവരും കേൾക്കണം, പ്രാർത്ഥിച്ചത്, അവരുടെ പ്രാർത്ഥന ടൈം ഏർലി മോർണിംഗ് ആണ്. 3 മണി മുതലുള്ള സമയമാണ് ഞാൻ കണ്ടിട്ടുള്ള എല്ലാ മിസ്റ്റിക്കുകളും പ്രാർത്ഥിക്കാനിരുന്നത്. 3 മണി മുതലുള്ള സമയം. 3 മണി മുതലുള്ള സമയത്ത് അവർ പ്രാർത്ഥിക്കാനിരുന്നതിന്റെ കാരണം, 3 മണി മുതൽ, ഇതെല്ലാവരും കേട്ടോണം, ഇത് നിങ്ങളുടെ ഏരിയയിൽ വർക്കൗട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീക്രട്ടാണ്. 3 മണി മുതലുള്ള സമയങ്ങളിൽ ലോവർ കോൺഷ്യസ്നെസ് ഫുൾ ഉറക്കത്തിലാണ്, ഡിസേബിൾ ആണ്. എല്ലാ ഈഗോയും ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് വിശുദ്ധന്മാര് ഹയർ കോൺഷ്യസ്നെസ്സിൽ പ്രാർത്ഥിക്കാൻ എഴുന്നേക്കുന്നത്. നിങ്ങൾ ഹയർ കോൺഷ്യസ്നെസ്സിൽ പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റാൽ ലോവർ കോൺഷ്യസ്നെസ് സബ്ഡ്യൂ ആകുകയും അവിടെ ഹയർ തലം വെളിപ്പെടുകയും ചെയ്യും. സ്തോത്രം. ഈ പോൾ യോങ്കിച്ചയെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടത് എങ്ങനെയാ, യോങ്കിച്ചോടെ ചർച്ചിൽ ലക്ഷക്കണക്കിന് ആളുകൾ വന്നതിന് ഒരു റീസൺ, അവർ ചർച്ച ആരംഭിക്കുമ്പോൾ അവരെ ചർച്ചിലെ വിശ്വാസികള് ഒരുമിച്ച് എല്ലാ ദിവസവും രാവിലെ 4:30 മണിക്ക് പ്രാർത്ഥിക്കാനായിട്ട് ചർച്ചിൽ വരും. 4:30 മണി എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ദേശത്തെ സകല ലോവർ കോൺഷ്യസ്നസ് ഉറങ്ങുമ്പോൾ ക്രിസ്തു അകത്തുള്ളവർ, സ്വർഗസ്ഥലത്തിൽ ഇരിക്കുന്നവർ,
സ്വർഗത്തിൽ ക്രിസ്തുവിനോടുകൂടെ മരിച്ചടക്കപ്പെട്ട് സ്വർഗസ്ഥലത്തിൽ ഇരിക്കുന്ന ഉയർന്ന വെളിപ്പാടുള്ള ഉയർന്ന കോൺഷ്യസ്നസ് ഉള്ള ദൈവപുത്രന്മാർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ ലോവർ കോൺഷ്യസ്നസ് സബ്ഡ്യൂ ആകുകയും യേശു ക്രിസ്തുവിന്റെ സഭ അവിടെ വളരുകയും ചെയ്തു. ആമേൻ. കഴിഞ്ഞ ദിവസം ഒരു തമിഴ്നാട്ടിലെ പാസ്റ്ററോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ചർച്ചിൽ 12,000 വിശ്വാസിയുണ്ട്. കണ്ടാൽ നമുക്ക് ഒരിക്കലും അദ്ദേഹം ഒരു 12,000 വിശ്വാസിയുള്ള ഒരു പാസ്റ്ററാണെന്ന് തോന്നുന്നില്ല. 12,000 വിശ്വാസി ഉണ്ടെന്ന്. ഞാൻ ചോദിച്ചു, പാസ്റ്ററുകളെ എങ്ങനെയാ പ്രാർത്ഥന? അദ്ദേഹം എന്നോട് പറഞ്ഞു, എല്ലാ കാലയിലും 3 മണി മുതൽ 7 മണി വരെ പ്രാർത്ഥിക്കും. കാലയിൽ എഴുന്നേറ്റ് 3 മണി മുതൽ 7 മണി വരെ പ്രാർത്ഥിക്കും. 4, 5, 6, 7 4 മണിക്കൂർ ഡെയിലി പ്രയറാ. പുള്ളിക്ക് വലിയ വേദജ്ഞാനമില്ല, തിയോളജിയൻ അല്ല. പുള്ളി തിയോളജിയൻ അല്ല, പുള്ളി സ്കോളർ അല്ല. പക്ഷെ പുള്ളി യേശുവിന്റെ ഒരു ശിഷ്യനാണ്. സ്തോത്രം. നമ്മൾ സ്കോളർ അല്ല ആകേണ്ടത്. ഞാൻ ഈ ദിവസങ്ങൾ പഠിച്ചു, ഐ ഡോണ്ട് വാണ്ട് ടു ബി എ സ്കോളർ, ഐ വാണ്ട് ടു ബി എ ഡിസൈപ്പിൾ. സോ ഞാൻ പറഞ്ഞു വരുന്നത്, പ്രാർത്ഥനയുടെ തലം ഓപ്പൺ ആകുന്നത്, മെഡിറ്റേഷന്റെ ടൈം ഓപ്പൺ ആകുന്നത് നമ്മൾ ഈ കോൺഷ്യസ്നെസ്സിലേക്ക് കൂടി. ഞാൻ ഒരു കാര്യം ഒന്നുകൂടെ പറയാം. ഹയർ കോൺഷ്യസ്നെസ്സിൽ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ സാഹചര്യങ്ങൾ മാറാൻ തുടങ്ങും. സൂപ്പർ നാച്ചുറൽ ലൈഫ്, മിറാക്കിൾ മിനിസ്ട്രി, വണ്ടർ മിനിസ്ട്രി, ഇത് മുഴുവൻ ഉയർന്ന തലത്തിൽ ജീവിക്കുന്നവർ. ഇതുവരെ ആരും ഈ സീക്രട്ട് പറഞ്ഞു തരത്തില്ല. നിങ്ങൾ പോയി ചോദിച്ചോ, ഈ അത്ഭുത ശുശ്രൂഷ ചെയ്യുന്നവർ ആരെങ്കിലും അതിന്റെ രഹസ്യം പറയത്തില്ല. പ്രാർത്ഥിക്കാൻ പറയും. പക്ഷെ ഞാൻ രഹസ്യം നിങ്ങളോട് പറഞ്ഞു തരിക, നാം ഒരുമിച്ച് രഹസ്യം പൊതിക്കെട്ട് ഞാനും നിങ്ങളോട് ചേർന്നാ പൊട്ടിക്കുന്നത്. സ്തോത്രം. എനിക്കും അത് ഇപ്പോഴാണ് കിട്ടിയത്. താണ്ടെ പൊതിക്കെട്ട് പൊട്ടിക്കുക. ഉയർന്ന കോൺഷ്യസ്നെസ് ആണ് മിറാക്കിൾസിന് ആധാരം. ദൈവം ഉപയോഗിച്ച സകല ആളുകളും ക്രിസ്തു എന്നിൽ ഉണ്ട് എന്ന ആ വലിയ വെളിപ്പാടിൽ ജീവിച്ചവരാണ്. അവർ പ്രാർത്ഥിച്ചത് ക്രൈസ്റ്റ് കോൺഷ്യസ്നെസ്സിലാണ്. ഈ ബ്രദർ ലോറൻസ് എന്ന് പറയുന്ന ഒരാളുണ്ട്. പ്രാക്ടീസ് ദ പ്രസൻസ് ഓഫ് ഗോഡ് എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. 1600-കളിൽ ജീവിച്ചിരുന്ന ആളാണ് ബ്രദർ ലോറൻസ്. ബ്രദർ ലോറൻസിനെ അദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹം പറയുന്നത് ജീവിതത്തിന്റെ എല്ലാ നിലയിലും താൻ ക്രിസ്തുവിനെ അനുഭവിക്കുമായിരുന്നു. താൻ തുണി വാഷ് ചെയ്യുമ്പോഴും ക്രൈസ്റ്റ് കോൺഷ്യസ്നെസ്സിലാണ് വാഷ് ചെയ്യുന്നത്. പുള്ളി ഇങ്ങനെ തുണി കഴിയുമ്പോൾ പറയും, ലോർഡ് ക്ലെൻസ് മീ ലൈക്ക് ദിസ് ലോർഡ്. അദ്ദേഹം ഫുഡ് കഴിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഫുഡ് ഇങ്ങനെ കഴിക്കുമ്പോൾ അദ്ദേഹം പറയും, ദിസ് ഈസ് ഹോളി കമ്മ്യൂണിയൻ, ക്രൈസ്റ്റ് കോൺഷ്യസ്നെസ്. ഞാൻ നിങ്ങളോട് എല്ലാവരും പറയുക, നിങ്ങൾ ഇന്ന് രാത്രി ഫുഡ് കഴിക്കുമ്പോൾ അപ്പവും മീനും ആയിരിക്കത്തില്ല, മീൻകറിയും ദോശയായിരിക്കും. പക്ഷെ അതെടുത്ത് വായിലോട്ട് വെക്കുമ്പോൾ മനസ്സിൽ വരേണ്ടത് ക്രൈസ്റ്റ്, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രൈസ്റ്റ് കോൺഷ്യസ്നെസ്. വെൻ യു ആർ സീയിങ് എനിത്തിങ്, സീ ക്രൈസ്റ്റ് there. ഞാൻ നിങ്ങളുടെ അകത്തെ കോൺഷ്യസ്നെസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു തരിക. വെൻ യു ആർ ഡ്രിങ്കിങ് വാട്ടർ, you are drinking Christ. When you are eating food, you are eating Jesus Christ. When you are seeing something, you are seeing Christ. അതുകൊണ്ടാണ് ഞാൻ മുമ്പൊരിക്കൽ പഠിപ്പിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ടോ എന്ന് അറിയത്തില്ല. ഹൃദയ ശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അതിന്റെ ഒറിജിനൽ ഭാഷാന്തരം ഇങ്ങനെയാണ്, ഹൃദയത്തിനകത്ത് ശുദ്ധിയുള്ളവർ ബ്ലെസ്സഡ് ആണ്, അവർ ഭാഗ്യവാന്മാരാണ്. They shall see God everywhere. They shall see God everywhere. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തിയിൽ ഒരു വാക്യമാണ്, 17-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ ആ ഭാഗത്തെ ഒന്ന് നോക്കിക്കൂ. അപ്പോസ്തലനായ പൗലോസ് ഗ്രീക്കുകാരോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്, എപ്പിക്കൂരിയരും സ്തോയിസരും തത്വജ്ഞാനികളെ ചിലർ അവനോട് വാദിച്ചു, ഈ വിടുവായൻ എന്ത് 20 ആ വാക്യമല്ല, 28-ാമത്തെ വാക്യം. യെസ്, സോറി, 28-ാം വാക്യം തന്നെ, ഞാൻ വേറെ തെറ്റി വായിച്ചു. 28-ാം വാക്യം, അവനിലല്ലോ, ശ്രദ്ധിക്കണേ, അവനിലല്ലോ നാം ജീവിക്കുന്നത്. അപ്പൊ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾ എവിടാ ജീവിക്കുന്നത്? നിങ്ങൾക്കൊരു അവയർനെസ് വരേണ്ടത് ഏതോ ഒരു വീട്ടിൽ ജീവിക്കുന്ന ഒരു അവയർനെസ് അല്ല, കോൺഷ്യസ്നെസ്. ഐ ആം ലിവിങ് ഇൻ ക്രൈസ്റ്റ്. അവനിലല്ലോ നാം ജീവിക്കുകയും ശരിക്കുകയും. അപ്പൊ നിങ്ങൾ നടക്കുമ്പോ ശ്രദ്ധിക്കണേ, ക്രൈസ്റ്റ് കോൺഷ്യസ്നെസ് നടക്കുക. യു ആർ വാക്കിംഗ്, യു ഹാവ് ടു
Believe and think like this. I am walking in Christ. When you are sleeping, mind conscious, I am sleeping in Christ. I am eating Christ, drinking Christ, walking in Christ, living in Christ. Okay, you are sitting somewhere. What is your consciousness? You are sitting in Christ. Oh my God. You are walking in Christ. You are playing in Christ. You are enjoying with your children. You are enjoying in Christ. Celebrating in Christ. This is the consciousness. Brother Lawrence in the consciousness. When I am in the kitchen, I can see Christ there. Practice ഇദ്ദേഹത്തെ കാണാൻ, ഇദ്ദേഹത്തെ ഒന്ന് നോക്കാൻ, ഇദ്ദേഹത്തെ ഒന്ന് കാണാൻ ആയിരക്കണക്കിന് ആളുകൾ ദേശത്ത് ഓടി വരുന്നത് ഇദ്ദേഹത്തെ ഒന്ന് കാണാൻ വേണ്ടി. Because he is living in Christ, the conscious, higher consciousness. മിസ്റ്റിക്കൽ സ്കൂളിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ നിർബന്ധമായിട്ടും അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ ഒരു അറിവ് നിങ്ങളുടെ ഉള്ളിൽ, ഈ ഒരു ബോധം, അഹംബോധമല്ല. ഞാൻ ആരോ ആണ്, ഞാൻ വലിയവനാണ്, എന്റെ കുടുംബം വലുതാണ്, എന്റെ പണം വലുതാണ്, ഞാൻ ആരാന്നറിയാമോ എന്നുള്ള ധിക്കാരവും അഹങ്കാരവും അല്ല നമുക്ക് വേണ്ടത്. എന്റെ യേശു എന്റെ ഉള്ളിലുണ്ട്, ഞാൻ യേശുവിന്റെ ഉള്ളിലുണ്ട്, യേശു എന്നിലിരിക്കുന്നു, ഞാൻ യേശുവിലിരിക്കുന്നു, ക്രിസ്തു എന്റെ അകത്തുണ്ട്, ഞാൻ ക്രിസ്തുവിലിരിക്കുന്നു എന്ന ഈ ഒരു കോൺഷ്യസ്നെസ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മുടെ ഈഗോ വെറും മേഘം പോലെ ഇല്ലാതായി പോകും. ആമേൻ. Practice the presence of God and practice Christ consciousness. Don't forget it, brothers and sisters. Do not forget it. When you are in prayer, meditation, taking time, meditating, what you are doing, meditation, silence. Silence is the most powerful way to spirituality. നമ്മൾ എവിടെയെങ്കിലും പോയി കുറച്ചു നേരം മിണ്ടാതിരുന്ന് നോക്ക്, നിങ്ങളുടെ സ്പിരിച്വൽ മനുഷ്യൻ വളരാൻ തുടങ്ങും. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഐ വിൽ ടീച്ച് യു അബൌട്ട് സ്റ്റിൽനെസ്. ഞാൻ പിന്നെ അത് പഠിപ്പിച്ചോളാം. സൈലൻസ്, മെഡിറ്റേഷൻ. വാട്ട് ഈസ് മെഡിറ്റേഷൻ? What is prayer? What is prayer and meditation? Seeing Christ inside of you is meditation. Awareness of നിങ്ങളുടെ അകത്തിരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള ബോധം നിങ്ങൾ കൊണ്ടുവരുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥന. ഞാൻ പറഞ്ഞില്ലേ, എല്ലായ്പ്പോഴും സ്തോത്രം ചെയ്യണം. എപ്പോഴും അങ്ങനെ സ്തോത്രം ചെയ്യാൻ പറ്റുന്നു? അതിനൊരു വഴി ദൈവം പറഞ്ഞിട്ടുണ്ട്. എന്തുവാ? ശ്വാസം. നിങ്ങൾ മുകളിലോട്ട് താഴോട്ട് എടുക്കുമ്പോൾ 2 അക്ഷരമാണ്. മുകളിലോട്ട് എടുക്കുമ്പോൾ യാ, പുറത്തോട്ട് പോകുമ്പോൾ വേ, യാ വേ, യാ വേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോ പ്രാവശ്യം ബ്രീത്ത് എടുത്ത് ബ്രീത്ത് ഔട്ട് ആക്കുമ്പോൾ നിങ്ങൾ അറിയാതെ പ്രൊനൗൺസ് ചെയ്യുന്ന ഒരു നാമമുണ്ട്, നിങ്ങളുടെ പിതാവിന്റെ നാമം. യാഹ്വേ, യാഹ്വേ, യാഹ്വേ. നീ ഉറങ്ങുമ്പോഴും നീ ശ്വസനം എടുക്കുമ്പോൾ നീ നിന്റെ അകത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. You are praising God and you are worshiping God. How can you pray without ceasing? Only possible by Christ consciousness. Christu എന്നിൽ ജീവിക്കുന്നു. Christ lives in me. Oh, hallelujah. I am not a failure. Christ lives in me. I am a success. I am a success. നിങ്ങൾക്ക് ഉറക്കെ പിടിച്ചു പറയാൻ പറ്റുമോ? I am a success. You are not a failure. ഞാൻ ഒരു കാര്യം കൂടെ ഉറപ്പിച്ചു പറയാം. നിങ്ങൾക്ക് ദൈവം വച്ചിരിക്കുന്ന വിളിയുടെ ഒരു പെർസെന്റേജ് പോലും ഞാൻ ഇതുവരെ വന്നിട്ടില്ല. എനിക്ക് ഏറ്റവും വേദനയുള്ള ഒരു കാര്യം പറയാം. കർത്താവ് ഏൽപ്പിച്ച വിളിയുടെ ഒരംശം പോലും ഇതുവരെ ചെയ്യാൻ പറ്റിയില്ല എന്ന ഒരു ഭയങ്കര വേദന ഉണ്ട് ഉള്ളിലുണ്ട്. പിതാവ് എന്ത് പദ്ധതിക്ക് വേണ്ടിയാണോ ഭൂമിയിലേക്ക് അയച്ചത് അത് ചെയ്തു തീർക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല എന്നൊരു വേദന എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു ഈ ഉയർന്ന ചിന്തകൾ, ഈ ഉയർന്ന ഹയർ കോൺഷ്യസ്നസ്, എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങൾ യേശുവിലാണെന്നുള്ള ബോധം, നിങ്ങൾ കണ്ണടയ്ക്കുമ്പോൾ നിങ്ങൾ കർത്താവിൻ്റെ അകത്തിരിക്കുന്നു, നിങ്ങൾ നടക്കുമ്പോൾ കർത്താവിൽ നടക്കുന്നു.
നിങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ ഇത് നിങ്ങൾ ചെയ്യണം. ഇപ്പൊ നിങ്ങൾ രാത്രി ഫുഡ് കഴിക്കുമ്പോൾ just when you're taking that bread or taking that food, believe that this is the body of Christ and eat it. Amen. വിശ്വസിക്കും. അത് കർത്തൃമേശ എടുക്കുകയല്ല, പക്ഷെ ആ കോൺഷ്യസ്നെസ്. When you are seeing somebody, നീ വിചാരിക്കണം, ഓ ക്രൈസ്റ്റ് lives in him. ഈ ഒരു ഭയങ്കര ബോധം, ഉയർന്ന ബോധം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുക. അതിലേക്ക് ദൈവം നിങ്ങളെ നടത്താൻ ആഗ്രഹിക്കുക. ആമേൻ. അടുത്തത്, ആദ്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന എല്ലാം ഇൻവിസിബിളാണ്. എല്ലാവരും കേൾക്കണേ, എല്ലാം അദൃശ്യമാണ്. അതല്ലേ കാണാത്ത കാര്യത്തിന്റെ നിശ്ചയം. അപ്പൊ എല്ലാം ദൈവം ഒരുക്കിയ വാഗ്ദത്തങ്ങൾ, ദൈവത്തിന്റെ അവകാശങ്ങൾ, രോഗശാന്തി. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, യേശു ക്രിസ്തു ഇൻവിസിബിൾ വേൾഡിൽ ആ വേവ് ഫോമിലാണ് കാണുന്നത്. അതായത് ഹെവന്റെ ഡയമെൻഷനിൽ കണ്ടിട്ട് ദൈവപുത്രൻ അത് കണ്ടാൽ അത് മാറ്ററായിട്ട് മാറുകയാണ്. കാണുന്നതാണ് മാറ്റർ. നിങ്ങൾക്കറിയുമ്പോൾ ഈ പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോൾ, ഭൂമിയെ ദൈവം വീണ്ടും റീക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു വലിയ സൈലൻസ് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഞാനത് മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി തരാം. ഒരു വലിയ സൈലൻസ് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതാണ് സൈലൻസ്. കണ്ടിട്ടുണ്ടോ? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യമായിരുന്നു. അടുത്ത വാക്യം, ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പൊരുതിരുന്നിരുന്നു എന്ന് പറഞ്ഞാൽ ഹോളി ഗോസ്റ്റ് ഈ പാഴും ശൂന്യവുമായ ഭൂമിയിലെ വെള്ളത്തിന്റെ മീതെ സൈലന്റ് ആയിട്ട് പൊരുതിരുന്നിരുന്നു എന്ന് പറഞ്ഞാൽ, ആദ്യമായി ക്രിയേഷൻ കൊണ്ടുവരുന്നതിന് മുമ്പ്, സൃഷ്ടി കൊണ്ടുവരുന്നതിന് മുമ്പ് God was silent. Silence produces everything. Meditation produces everything. When you are in the presence of God, in stillness and in silence, believe everything shall be produced. പരിശുദ്ധാത്മാവ് എത്ര നാൾ വെള്ളത്തിന് മേൽ പരിവർത്തിച്ചെന്നറിയാമോ? ഒരു പക്ഷെ മില്യൺസ് ഓഫ് ഇയേഴ്സ് ആയി, കോടാകോടി വർഷങ്ങളാണ്. പരിശുദ്ധാത്മാവ് വെള്ളത്തിന് മീതെ സ്റ്റിൽനെസ്, സൈലൻസ്, നോ വോയിസ്. ശ്രദ്ധിക്കണേ, ശബ്ദമില്ല, സൈലൻസ്. ഭൂമിയിൽ ഭയങ്കരമായ മൂകത. പക്ഷെ അവിടെ ആ സൈലൻസിൽ നിന്നാണ് പെട്ടെന്ന് ദൈവം വെളിപ്പെടുകയാണ്. ദൈവം വരുമ്പോൾ God seeing all, ദൈവത്തിന്റെ അറ്റൻഷനിലേക്ക് പോവുകയും, when God open up his mouth and he speak, അവൻ എന്താ സംസാരിക്കാൻ തുടങ്ങിയത്? ഉണ്ടാകട്ടെ എന്ന് സംസാരിക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ കാണുന്നത് സൃഷ്ടിയുടെ വലിയ ഒരു യാത്രയാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. കോൺഷ്യസ്നെസ് ആണ് ആദ്യം, മാറ്റർ രണ്ടാമതേ വരത്തുള്ളൂ. ഇത് കുറിച്ച് വെക്കണം. നിങ്ങളുടെ കോൺഷ്യസ്നെസ് എവേക്കൺ ആകാതെ നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് കഴിഞ്ഞ നേരെ ജോസഫിന്റെ ലൈഫിലേക്കുള്ള യാത്രയാണ്. ജോസഫിന്റെ ഏറ്റവും വലിയ കോൺഷ്യസ്നെസ് വായിച്ചു നോക്കണം. God was with him. മാറി 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 എഴുതി വെച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക്, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഓ, കാരാഗൃഹത്തിൽ പോയപ്പോഴും, പോത്തിഫറിന്റെ ഭവനത്തിൽ പോയപ്പോഴും, നിന്ദിക്കപ്പെട്ടപ്പോഴും, ഒറ്റപ്പെട്ടപ്പോഴും, പൊട്ടക്കിണറിൽ വീണപ്പോഴും, അടിമച്ചന്തയിൽ വിൽക്കപ്പെട്ടപ്പോഴും ബൈബിളിൽ എഴുതി വെച്ചു, ദൈവം അവന്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ചിന്തിക്കുന്നു, എഴുത്തുകാരൻ ദൈവം കൂടെ ഉണ്ടായിരുന്നു എന്ന് എഴുതിയെങ്കിൽ ജോസഫിന് 100% കൃത്യമായിട്ട് അറിയാമായിരുന്നു അവന്റെ കൂടെ ദൈവമുണ്ട്. കാരണം ദൈവം എന്തുകൊണ്ടാണ് അവന്റെ കൂടെ നടന്നത്? ബിക്കോസ് he carries something special from God inside of him. ദൈവത്തിൽ നിന്നുള്ള വളരെ പ്രാധാന്യമുള്ള എന്തോ ചിലത് ജോസഫിന്റെ അകത്ത് ഡിപ്പോസിറ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും കണ്ടു, ഡിപ്പോസിറ്റ് ചെയ്തു. ദൈവം ആരുടെ അകത്താണോ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് അവരുടെ കൂടെ ദൈവം ഉണ്ടായിരിക്കും.
ആമേൻ. ദൈവം ആരുടെ കൂടെയാണോ, മനസ്സിലായവർക്കായി സ്തോത്രം. ദൈവം, ദൈവാദിദൈവം, മഹാദൈവം എന്തെല്ലാമാണോ നിങ്ങളുടെ അകത്ത് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡിപ്പോസിറ്റിന്റെ കൂടെ അവൻ കാണും. നമുക്ക് ദൈവത്തോട് ലോർഡ് വൈ യു ആർ വിത്ത് ജോസഫ്? മറുപടി, എന്റെ ഇൻവെസ്റ്റ്മെന്റ് അവന്റെ അകത്താ. ഓ ജീസസ്. ഞാനേ ഒരു വാക്യം പറയാം. സങ്കീർത്തനത്തിൽ ഒരു വാക്യമാണ്, തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. 115 സങ്കീർത്തനം. മരണം വിലയേറിയതാണോ എന്ന് പറഞ്ഞതിന്റെ കാരണം അറിയാമോ? മരിച്ചത് വിലയേറിയതെന്നല്ല, മരണം കോസ്റ്റ്ലി എന്നാ പറഞ്ഞത്. കോസ്റ്റ്ലി. കാരണം ഒരു ഭക്തനാകാൻ ദൈവം അവന്റെ അകത്ത് ഡിപ്പോസിറ്റ് ചെയ്തത് എത്ര വലുതാണെന്നറിയോ? എത്ര സമ്പത്ത്, എത്ര റിച്ച്നെസ്, എന്തെല്ലാം ദൈവം അവന്റെ അകത്ത് ഡിപ്പോസിറ്റ് ചെയ്താണ് അവനെ ഭക്തനാക്കി മാറ്റിയത്. അങ്ങനെ ഭക്തനായി മാറ്റപ്പെട്ട ആ വ്യക്തി, ഭക്തനാക്കപ്പെട്ട ആ വ്യക്തി പെട്ടെന്ന് മരിക്കുമ്പോ the Bible says is costly. ദൈവത്തിന് അത് കോസ്റ്റ്ലി ആണ്. ദൈവത്തിന് അത് കോസ്റ്റ്ലി ആണ്. Brothers and sisters, listen to me. I want to tell you one thing. God has deposited something great and valuable. നിങ്ങളുടെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന നിക്ഷേപം വലുതായതുകൊണ്ട് the Bible says God is always with you. So we have to live in the higher consciousness. Higher consciousness. വലിയ കോൺഷ്യസ്നെസ്സിൽ നമ്മൾ ജീവിക്കണം. Christ consciousness. You are carrying God inside of you. You are walking with God. You are carrying God. You are living in a higher realm. Hallelujah. You are speaking to God. You are talking with God and talking to people because you are carrying a higher consciousness. ഒരു കാര്യം ഉറപ്പാ, എപ്പോഴാണോ ഹയർ കോൺഷ്യസ്നസ് നിങ്ങളിൽ ഉണ്ടായി വരുന്നത്, ഫ്രം ദാറ്റ് മൊമെന്റ് ഓൺവേഴ്സ്, ആ സമയം മുതൽ നിങ്ങളുടെ ഇൻവിസിബിൾ ആയത് വിസിബിൾ ആകാൻ തുടങ്ങും. ആമേൻ. ഇൻവിസിബിൾ ആയിട്ടുള്ളതെല്ലാം വിസിബിൾ ആകാൻ തുടങ്ങും. അദൃശ്യമായത് ദൃശ്യമാകാൻ തുടങ്ങും. അദൃശ്യമായത് ദൃശ്യമാകാൻ തുടങ്ങും. കാണാത്തത് കാണാൻ തുടങ്ങും. സ്വപ്നത്തിൽ കണ്ടത് കണ്ണിൽ വരാൻ തുടങ്ങും. വാക്കുകൾ കൊണ്ട് പറഞ്ഞത് സൃഷ്ടിക്കപ്പെടാൻ തുടങ്ങും. ഈ തലമുറയിൽ നിങ്ങളിലൂടെ ദൈവം അത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജോൺ ജി ലേക്ക് ലോകം കണ്ട ഏറ്റവും വലിയ രോഗശാന്തി ശുശ്രൂഷകനാണ്. ജോൺ ജി ലേക്ക് എല്ലാ ദിവസവും ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ തന്റെ വസ്ത്രം എടുത്തിട്ട് സ്യൂട്ട് ഇട്ടിട്ട് ഇങ്ങനെ താൻ പറയും, ജോൺ ജി ലേക്ക്, Christ lives inside of you. യേശു ക്രിസ്തു ഈ സ്യൂട്ടിനകത്ത് എന്നിൽ ജീവിക്കുന്നു. അറിയാമോ? That is a secret. Every miracle ministers, this was the secret. നമ്മൾ അവസാനത്തെ ക്ലാസ്സിൽ കയറി വരാം. നമ്മളോട് ഇതാരും പറഞ്ഞു തന്നില്ല. എനിക്ക് വിഷമമുണ്ട് സത്യത്തിൽ. ഞാൻ എത്രയോ ദൈവദാസന്മാരുടെ പുറകെ നടന്ന് കെഞ്ചി ചോദിച്ചിട്ടുണ്ട്, എന്താ നിങ്ങളുടെ രഹസ്യം, എന്താ? അവരവരെ പ്രാർത്ഥിക്കാൻ പറയും, ഉപവസിക്കാൻ പറയും, അന്യഭാഷ പറയാൻ പറയും. പക്ഷെ വാസ്തവത്തിൽ ദൈവം ഉപയോഗിച്ച എല്ലാ ശുശ്രൂഷകന്മാരും അവരുടെ എല്ലാം അന്തരാത്മാവിലെ ഏറ്റവും പരമസത്യം ദൈവം അവരിൽ ജീവിക്കുന്നു എന്നത്. അബ്രഹാമായി ബൈബിൾ വെളിപ്പെട്ടിരുന്നത് കർത്താവിന്റെ അകത്ത് ജീവിക്കുന്നതുകൊണ്ട്. യാക്കോബ് യാക്കോബായും ഇസഹാക്ക് ഇസഹാക്കായും ജോസഫ് ജോസഫായും പഴയ വേദപുസ്തകത്തിലെ ചരിത്രത്തിനകത്തെ സകല വിശുദ്ധന്മാരും അവരുടെ ഉയർന്ന അനുഭവത്തിൽ വെളിപ്പെട്ടതിന്റെ ഏക റീസൺ, അവർ സേവിച്ച ദൈവം സ്വർഗസിംഹാസനത്തിൽ അല്ലായിരുന്നു, സേവിച്ച ദൈവം അവരുടെ ഉള്ളിലായിരുന്നു. ആമേൻ. പാപം ചെയ്യാനുള്ള സാഹചര്യം മുമ്പിൽ വന്നപ്പോ ജോസഫ് പറയുന്നൊരു വാചകം ഓർമ്മയുണ്ടോ? ഞാൻ ദൈവത്തോട് എങ്ങനെ പാപം ചെയ്യും? അതിന്റെ അർത്ഥം, ഐ ആം നോട്ട് അലോൺ.
പോത്തിഫറിന്റെ ഭാര്യയോട് പറയാം, നീ വിചാരിച്ചു ഞാൻ ഒറ്റയ്ക്കാന്ന്. ഞാൻ ഈ വീട്ടിൽ ഒറ്റയ്ക്കല്ല. ഞാൻ ഒരു ഹയർ കോൺഷ്യസ്നെസ്സിലാ ജീവിക്കുന്നത്. someone is living inside of me. how can I sin? എനിക്ക് എങ്ങനെ പാപം ചെയ്യാൻ പറ്റും? how can it possible? how can it possible? higher consciousness. hallelujah. just want to see ഒരു കാര്യം ഇവിടെ പറഞ്ഞു നിർത്താൻ പോവാം. how much more, listen, how much more you observe. ഇത് പ്രധാന പോയിന്റാണ്. നിങ്ങളുടെ ഉള്ളിൽ ആരിപ്പുണ്ട്? ക്രിസ്തു. കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ ഇരിപ്പുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു ഇരിക്കുമ്പോൾ you have to think of him, observe him. ആ ആളിനെ കുറിച്ച് മാത്രം, ആ ആളിനെ ശ്രദ്ധിക്കുക. വായിച്ചൊരു വാക്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? വിശ്വാസത്തിന്റെ നായകനും, അറിയാവുന്നവരത് പറഞ്ഞു നോക്കിയേ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. ആ യേശുവിനെ ശ്രദ്ധിക്കുക. ഒബ്സർവ് ഹിം. വിശ്വാസത്തിന്റെ നാഥനും പൂർത്തി വരുത്തുന്നവനായവനെ ഒബ്സർവ് ഹിം. ഹൗ മച്ച് മോർ യു ഒബ്സർവ്, that much more it come to life, come to reality. ആമേൻ. എത്രത്തോളം നിങ്ങൾ ആ ആളിനെ നോക്കിക്കൊണ്ടേയിരിക്കുമോ, ഒരു ദിവസം ആള് നിങ്ങളുടെ ഈ ശരീരത്തെ പൊളിച്ച് പുറത്തിയാടും. ഓ ഹല്ലേലൂയ. നിങ്ങളുടെ അകത്തിരുന്ന ആൾ ഒരു ദിവസം ഈ മൺകൂടാരത്തെ പൊളിച്ച് പുറത്തിയാടും. അന്ന് ലോകം പറയും, ഇത് ആ ആളല്ല, യേശു ജീവിക്കുന്നു. യേശു ജീവിക്കുന്നു. യേശു ജീവിക്കുന്നു. ക്രൈസ്റ്റ് കോൺഷ്യസ്നസ്. ക്രൈസ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ക്രൈസ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം അനോയിന്റഡ്. അനോയിന്റഡ് എന്തുകൊണ്ടാണ്? ഓയിൽ. വാട്ട് ഈസ് ദ ഓയിൽ? എന്താണ് ഓയിൽ? എസൻസ് ഓഫ് ദ സബ്സ്റ്റൻസ് ആണ് ഓയിൽ. ഓയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എസൻസ് ആണ്. ഒരു സീഡിന്റെ എസൻസ് ആണ് ഓയിൽ. ഗോഡിന്റെ എസൻസ് ആണ് ക്രൈസ്റ്റ്. ഓ മൈ ഗോഡ്. ക്രൈസ്റ്റ് ഇൻ യു എന്ന് പറഞ്ഞാൽ ദ എസൻസ് ഓഫ് ഗോഡ് ഇൻ യു എന്നാണ്. I feel the presence of God. ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരാളിങ്ങനെ അകത്തിരിക്കുന്നതല്ല. ദൈവത്തിന്റെ എസൻസ്. ദൈവത്തെ സ്ക്വീസ് ചെയ്താൽ ദൈവത്തിന്റെ എസൻസ് ആണ് നിന്റെ അകത്തിരിക്കുന്നത്. Come on. Miracle workers എഴുന്നേക്കട്ടെ. Wonderful, wonder working people എഴുന്നേക്കട്ടെ. ഇന്ന് രാത്രി നിങ്ങൾ കൈവച്ച അത്ഭുതം നടക്കും. കാരണം ഒരു വൈബ്രേഷൻ നിങ്ങളുടെ മൂവ് ചെയ്യും. സ്വർഗത്തിന്റെ ഫ്രീക്വൻസി നിങ്ങളുടെ മൂവ് ചെയ്യും. ബിക്കോസ് യു ആൻഡ് ക്രൈസ്റ്റ്, യു ആർ ലിവിംഗ് ടുഗദർ. ക്രൈസ്റ്റ് lives in you. Christ lives in you, the hope of glory. Christ lives in you, the hope of glory. മഹത്വത്തിന്റെ പ്രത്യാശയായവൻ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. He lives in you. 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 Hallelujah. ഇന്ന് രാത്രി മുതൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. When you are sitting somewhere, aware that Christ in you. When you are walking, just imagine that you are walking in Christ. When you are driving in Christ, living in Christ, eating, drinking, enjoying, playing, celebrating, doing everything in Christ. This is a Christ consciousness. Practice it. One day, നിങ്ങൾ എന്തിനെയാണോ നോക്കിക്കൊണ്ടേ ഇരിക്കുന്നത്, അത് റിയലായി മാറുവാൻ പോവുകയാണ്. അത്ഭുതമായി മാറാൻ പോവുകയാണ്. Hallelujah. 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 Sorry, brothers and sisters. ഞാൻ നെക്സ്റ്റ് ഡേ, നമുക്ക് നാളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിച്ചാൽ, how can you observe cloud of witness? ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് തൊട്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹത്തെ നമുക്ക് എങ്ങനെ ഒബ്സർവ് ചെയ്യാൻ പറ്റും? We can observe them. ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഈ ക്ലൗഡ് ഓഫ് വിറ്റ്നസിനകത്ത് ആരെയാണോ ഫോക്കസ് ചെയ്യുന്നത്, അവരുടെ അകത്തെ ഇൻഹെറിറ്റൻസ് നിങ്ങളുടെ അകത്ത് റിയൽ ആവും. ആമേൻ. ഒരു കൊച്ചു
ഹിന്റ് തരാം. ഏലിയാവ് എലീശയോട് പറഞ്ഞൊരു വാദമുണ്ട്, ഞാൻ എടുക്കപ്പെടുന്നത് നീ കാണുന്നു എങ്കിൽ നിനക്കതുണ്ടാവും. ഒബ്സർവേഷൻ receives inheritance. These are the hints in the Bible. കണ്ടാൽ കിട്ടുമെന്ന്, കണ്ടാ കിട്ടും, കണ്ടോ കിട്ടും, കണ്ടവരെല്ലാം പ്രാപിച്ചിട്ടുണ്ട്. ഇത് വെറും ഒരു സാധാരണ തിയോളജിക്കൽ സ്കൂളല്ല, ഇതൊരു സൂപ്പർ നാച്ചുറൽ സ്കൂളാണ്. വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് ദാറ്റ്. നിങ്ങൾക്കറിയാമോ, നമ്മുടെ ചുറ്റും നിങ്ങൾ ബൈബിളിൽ ഏത് കഥാപാത്രത്തെയാണോ കൂടുതൽ അഡ്മയർ ചെയ്യുന്നത്, അവരുടെ ഇൻഹെറിറ്റൻസ് നിങ്ങളുടെ മേൽ വരും. ഇൻഹെറിറ്റൻസ് ഹോണറിങ്ങിലൂടെ വരത്തുള്ളൂ. നിങ്ങൾ ആരെയാണോ ബഹുമാനിക്കുന്നത്, ആ ബഹുമാനിക്കുന്നവരുടെ മേലുള്ള അനോയിന്റിങ്ങും ഇൻഹെറിറ്റൻസും നിങ്ങളുടെ മേൽ വരും. ഞാന് പണ്ട് വേദോസം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇല്ലാത്ത കാശ് എവിടെന്നെങ്കിലും വാങ്ങിച്ച് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. സത്യമായിട്ടാണ്. കാരണം ഞാന് ഈ വലിയ വെളിപ്പാട് പറയുന്നവരെ കണ്ട ഉടനെ ഐ നീഡ് ടു ഹോണർ ദം. ഞാൻ അവരെ ഹോണർ ചെയ്തിട്ടുണ്ട്, വിദേശത്തുള്ളവരെ ഹോണർ ചെയ്തിട്ടുണ്ട്. പക്ഷെ സത്യത്തിൽ ഞാൻ കണ്ടത്, ഞാൻ എവരെല്ലാമാണ് ഹോണർ ചെയ്തിട്ടുണ്ട്, അവരിലൊക്കെ ഉണ്ടായിരുന്ന അതേ റെവലേഷൻസ് ദൈവം എൻ്റെ ഹൃദയത്തിൽ ഓപ്പൺ ആകുന്നത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ നിസ്സാരമായിട്ടാണ് ചെയ്തത്, പക്ഷെ വി ലവ് ദം ആൻഡ് വി ഹോണർ ദം. ഹോണറിങ് ഉള്ളിടത്ത് മാത്രമേ ഇൻഹെറിറ്റൻസ് വരത്തുള്ളൂ. ശ്രദ്ധിച്ചോ, നിങ്ങൾ ആരെ ബഹുമാനിച്ചോ, ബഹുമാനിക്കുന്നവരിലൂടെ മാത്രമേ നിങ്ങൾ അവകാശം പ്രാപിക്കത്തുള്ളൂ. ട്രൂ ആണ്. നിങ്ങൾ ഒരു ദൈവദാസനെ കുറിച്ച് നിങ്ങൾ നല്ലത് പറഞ്ഞു നോക്ക്, ആ ദൈവദാസന്റെ മേലുള്ള അഭിഷേകത്തിന് ഒരു പങ്ക് നിന്റെ മേൽ വന്നിരിക്കും. നിങ്ങളൊരു ദൈവദാസനെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്ന് ഉയർത്തി നോക്ക്, ആ ദൈവ മനുഷ്യന്റെ മേലുള്ളത് നിങ്ങളുടെ മേൽ വന്നിരിക്കും, ഷുവറാണ്. കാരണം ഇതാണ് ഇതിന്റെ തിയറി, ബൈബിളിന്റെ തിയറിയാണ്. നിങ്ങൾ കണ്ടാൽ പ്രാപിച്ചിരിക്കും, നിങ്ങൾ ഹോണർ ചെയ്താൽ പ്രാപിച്ചിരിക്കും. സോ ലെറ്റ് us honor each other, let us enjoy the Lord. മഹാദൈവം അവിടുത്തെ മഹാകൃപയാൽ നിങ്ങൾക്ക് ഏവർക്കും ധാരാളമായ അനുഗ്രഹങ്ങൾ പകരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. God bless you.